Good morning, everyone. Arun sir, Nandakumar sir, good morning. Audible ആണല്ലോ ഞാൻ? Am I audible to you? Good morning. So കുറച്ചുപേര് ആദ്യം ഉണ്ടായിരുന്നു, അപ്പൊ അവര് കാണുന്നില്ലല്ലോ. കുറച്ചുപേര് ആദ്യം വെയിറ്റിംഗ് റൂമിൽ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് പിന്നെ അവരെ കണ്ടില്ല. We can wait for 1 minute and we can start the session. Okay. In the last class, we have been discussing the concept of gross value addition. എന്താണ് value addition? അതുപോലെ the term GDP that discuss ചെയ്തു. So any doubt regarding that portion we have discussed last day? ഉണ്ടോ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട്? ഡൗട്ടൊന്നുമില്ല. സോ നമ്മള് ഗ്രോസ് വാല്യൂ അഡിഷൻ പറഞ്ഞപ്പോ പറഞ്ഞിരുന്നു. സോ ഗ്രോസ് വാല്യൂ അഡിഷൻ പറഞ്ഞു. സോ ഇൻ ദാറ്റ് ഗ്രോസ് വാല്യൂ അഡിഷൻ, ദ വാല്യൂ ഓഫ് ദ ഫൈനൽ പ്രൊഡക്റ്റ് അറ്റ് ദ പ്രൊഡ്യൂസർ ലെവൽ, അല്ലെ, GVH ബേസിക് പ്രൈസ് നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഉൽപ്പന്നത്തിന്റെ ബേസിക് പ്രൈസ് വെച്ച് നോക്കുമ്പോൾ, that value is equal to the value addition done by different firms in the transaction. So നമ്മൾ കണ്ട എക്സാമ്പിളിനകത്ത് we have discussed 3 examples, and each of the example we could see നമ്മുടെ ഫൈനൽ വാല്യൂ അല്ലെങ്കിൽ ഒരു ഉൽപ്പന്നത്തിന്റെ ഫൈനൽ ബേസിക് പ്രൈസ്. കാരണം we are all measuring value addition at the level of producer ആണ്. പ്രൊഡ്യൂസറിന്റെ ലെവലിലാണ്, അല്ലെങ്കിൽ പ്രൊഡ്യൂസറിന്റെ സ്റ്റേജിലാണ് വാല്യൂ അഡിഷൻ മെഷർ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഗ്രോസ് വാല്യൂ അഡിഷൻ at the producer level is equal to the value of final output. നമ്മുടെ പ്രൊഡ്യൂസർ ലെവലിൽ നിർമ്മിക്കപ്പെടുന്ന ഫൈനൽ ഔട്ട്പുട്ടിന്റെ വാല്യൂന് സമമായിരിക്കും ഗ്രോസ് വാല്യൂ അഡിഷൻ at each stage of production. For example, in the case of farmer, baker, miller and cafe coffee day, and if you consider transaction, നമ്മൾ കണ്ടിരുന്നു 100 രൂപയായിരുന്നു ഈ പറഞ്ഞ കഫേ കോഫി ഡേയുടെ ഫൈനൽ ഔട്ട്പുട്ട് വാല്യൂ, ആൻഡ് ദ വാല്യൂ അഡിഷൻ ഡൺ ദ സ്റ്റേജസ് ഇൻ ദ ട്രാൻസാക്ഷൻ അത് എത്ര ആയിരുന്നു? 100 ആയിരുന്നു. ഫാമർ ഉണ്ടാക്കിയത് വാല്യൂ അഡിഷൻ 10, മില്ലർ ഉണ്ടാക്കിയത് 10, ബേക്കർ ഉണ്ടാക്കിയത് 30, ആൻഡ് നമ്മുടെ സിരി ഉണ്ടാക്കിയത് 50. ആൻഡ് ഇൻ ടോട്ടൽ 100 രൂപയായിരുന്നു നമ്മുടെ വാല്യൂ അഡിഷൻ, ഗ്രോസ് വാല്യൂ അഡിഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വി ഹാവ് ഡിസ്കസ്ഡ് ദ കൺസെപ്റ്റ് ഓഫ് GDP. എന്താണ് GDP എന്ന് പറഞ്ഞു, ആൻഡ് ദ ഡെഫിനേഷൻ ഓഫ് GDP ആൻഡ് ആ ഡെഫിനേഷനിലുള്ള ഇമ്പോർട്ടൻറ്റ് ടേംസ് അത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ലൈക്ക് എന്താണ് ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ്, എന്താണ് വൈ വി ആർ യൂസിങ് മോണിറ്ററി വാല്യൂ, അതുപോലെ വാട്ട് ഈസ് ദ എന്താണ് ഇമ്പോർട്ടൻസ് ഓഫ് ഡൊമസ്റ്റിക് ടെറിട്ടറി, ആൻഡ് വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ. സോ ആ ഡെഫിനേഷനുള്ള 4 ടേംസും 4 ഏരിയസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, സോ ബിഫോർ വി സ്റ്റാർട്ട് വി ക്യാൻ ഗോ ത്രൂ എ ക്വസ്റ്റ്യൻ. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം, അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ടോപ്പിക്കിലേക്ക് കടക്കാം. The question is, economic growth in country X will necessarily have to occur if. So ഇത് 2013 UPSC ഒരു ചോദ്യമാണ്. സോ നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ KS-ന്റെ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ചില ചോദ്യങ്ങൾ UPSC ചോദിച്ച ചോദ്യങ്ങളുടെ ആവർത്തനമായിരുന്നു. സോ പ്രത്യേകിച്ച് ജോഗ്രഫിയുടെ ചോദ്യങ്ങൾ. സോ 2020 നടന്ന KS പ്രിലിംസിന്റെ പല ചോദ്യങ്ങളും പ്രീവിയസ് ഇയർ UPSC ജോഗ്രഫി ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ തന്നെ പകർത്തിയിട്ടുണ്ടായിരുന്നു. അതേ ക്വസ്റ്റ്യൻ തന്നെ, പക്ഷെ UPSCയുടെ അതേ ക്വസ്റ്റ്യൻ തന്നെ KS എക്സാമിന് ജോഗ്രഫിയിൽ ചോദിച്ചിരുന്നു. അതുപോലെ ഇപ്പൊ ഈ ഇടയ്ക്ക് നടക്കുന്ന കഴിഞ്ഞ വർഷം നടന്ന ഡിഗ്രി ലെവൽ പ്രിലിംസ് എക്സാമിനും you can see in economics and in geography there are some questions which got repeated in the exam, and ഈ ക്വസ്റ്റ്യൻസ് പലതും UPSC പ്രിലിംസ് ലെവൽ ചോദിച്ചതാണ്. സോ അതുപോലെ ചോദ്യമാണ്, economic growth in country X will necessarily have to occur if. ഒരു കൺട്രിയുടെ സാമ്പത്തിക വളർച്ച തീർച്ചയായും എപ്പോഴായിരിക്കും ഉണ്ടാവുന്നത്? നെസസറിലി ഹാവ് ടു ഒക്കെ എന്നാ പറഞ്ഞത്. സോ ഒരു കൺട്രിയുടെ സാമ്പത്തിക വളർച്ച
എപ്പോൾ? തീർച്ചയായും ഉണ്ടാവാം. So there are 4 cases when there is technical progress in the world economy, when there is population growth in X, when there is capital formation in X, when there is volume of trade grows in world economy. ആൻസർ കമന്റ് ചെയ്യാമോ? ചോദ്യം എന്താണ്? ഒരു കൺട്രിയുടെ സാമ്പത്തിക വളർച്ച നിർബന്ധമായും എപ്പോൾ ഉണ്ടാവാം? That is the question. So I can give you 1 minute to read the question and you can comment your answer. എല്ലാവരും കമന്റ് ചെയ്യൂ. Yeah, the answer is C. So നമുക്ക് ഈ ചോദ്യത്തിനെ ഇന്ത്യയുടെ പെർസ്പെക്റ്റീവ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. എക്കണോമിക് ഗ്രോത്ത് ഇൻ ഇന്ത്യ വിൽ നെസസറിലി ഹാവ് ടു ഒക്കർ. സോ നമ്മൾ ഇങ്ങനെ എക്സ് എവിടെയെങ്കിലും കാണുമെന്ന് വെച്ചോ, എക്സ് ബി അല്ലെങ്കിൽ എ ബി എന്നൊക്കെ പറഞ്ഞ് അസംഷൻ പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു കേസിനെ നമുക്കറിയാവുന്ന ഒന്നുമായിട്ട് എന്ത് ചെയ്യുക? റിലേറ്റ് ചെയ്യുക. സോ വി ക്യാൻ അപ്ലൈ ദിസ് ഇൻ ദ കേസ് ഓഫ് മെന്റൽ എബിലിറ്റി പ്രോബ്ലംസ്. മെന്റൽ എബിലിറ്റി പ്രോബ്ലംസിൽ നമുക്ക് എന്ത് ചെയ്യാം? അങ്ങനെ അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ ഇങ്ങനെ അസംഷൻ, എന്തെങ്കിലും അസംഷൻ പറയുന്ന സമയത്ത് നമുക്കറിയാവുന്ന, നമുക്ക് ഉറപ്പുള്ള ഒരു കാര്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആ അസംഷനെ ലിങ്ക് ചെയ്യാം. സോ ഇവിടെ നോക്കുക, വി ആർ അസ്യൂമിങ് ദിസ് സ്റ്റേറ്റ്മെന്റ് ഇൻ ടേംസ് ഓഫ് ഇന്ത്യ. എക്കണോമിക് ഗ്രോത്ത് ഇൻ ഇന്ത്യ വിൽ നെസസറിലി ഹാവ് ടു ഒക്കർ. ഇത് നമുക്ക് ഈ ക്വസ്റ്റിനെ ഒന്നുകൂടെ വായിക്കാം, റീറൈറ്റ് ചെയ്യാം. ആൻഡ് നോക്കൂ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താ? when there is technical progress in world economy. ആഗോള തലത്തില് എന്തുണ്ടാവുന്നു? ടെക്നിക്കൽ പ്രോഗ്രസ് ഉണ്ടാവുന്നു. ഓർത്ത് നോക്കൂ, ഗ്ലോബൽ ലെവലില് ടെക്നിക്കൽ പ്രോഗ്രസ് ഉണ്ടായെന്ന് പറഞ്ഞ് ഇന്ത്യയിൽ സാമ്പത്തിക വളർച്ച നിർബന്ധമാണോ? ഫോർ എക്സാമ്പിൾ 18th സെഞ്ചുറി ഒക്കെ ആയപ്പോഴാണ് വ്യവസായവൽക്കരണം നമ്മുടെ ലോകാകമാനം ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ പ്രധാനമായും UK ഉണ്ടാവുന്നത്. അതിനുശേഷം ഈ പറഞ്ഞ വ്യവസായവൽക്കരണം പല രാജ്യങ്ങൾക്ക് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. നോക്കൂ, ഗ്ലോബൽ ലെവലിൽ ഈ പറഞ്ഞ വ്യവസായവൽക്കരണം ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് പറയാൻ പറ്റുമോ ഇന്ത്യയില് മികച്ചൊരു വളർച്ച ഉണ്ടാവും, ഇന്ത്യയില് ഒരു സാമ്പത്തിക വളർച്ച ഉണ്ടാവും എന്ന് പറയാൻ കഴിയില്ല. ഫോർ എക്സാമ്പിൾ നമ്മൾ ആഫ്രിക്കൻ കൺട്രീസ് എടുക്കുക. സോ ഇപ്പോഴും പൊതുവെ പറയുന്ന അണ്ടർ ഡെവലപ്ഡ് സ്റ്റാറ്റസിൽ എക്സിസ്റ്റ് ചെയ്യുന്ന കൺട്രീസ് ആണ് ആഫ്രിക്കൻ കൺട്രീസ്. സോ ഈ കൺട്രീസിന്റെ പ്രത്യേകത, ദേ ആർ റിസോഴ്സ് റിച്ച് ആണ്, പക്ഷെ ടെക്നിക്കൽ ലെവലിൽ അവരെന്താ അത്ര നോഹൗ അവർക്കില്ല. ടെക്നിക്കൽ നോഹൗ അവർക്ക് കുറവാണ്. അതുകൊണ്ട് തന്നെ ഗ്ലോബൽ ലെവലിൽ ടെക്നിക്കൽ പ്രോഗ്രസ് ഉണ്ടായെന്ന് പറഞ്ഞുകൊണ്ട് ആ കൺട്രിയിൽ ഉണ്ടാകുന്ന നിർബന്ധമുണ്ടോ? ആഫ്രിക്കൻ കൺട്രീസിൽ വളർച്ച ഉണ്ടാകുന്ന നിർബന്ധമുണ്ടോ? ഇല്ല. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റ്. ദെൻ സെക്കൻഡ്, when there is population growth in X. നോർത്ത് നോക്കൂ, ഒരു കൺട്രിയില് ജനസംഖ്യ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ജനസംഖ്യ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വി കനോട്ട് സേ ദാറ്റ് ഗ്രോത്ത് ഉണ്ടായി. കാരണം നമ്മൾ പറഞ്ഞു, വാട്ട് ഈസ് ഗ്രോത്ത്? എന്താണ് സാമ്പത്തിക വളർച്ച എന്ന് പറഞ്ഞ? എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവണമെങ്കിൽ there should be increase in production activities. നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വർധന ഉണ്ടാവണം. സോ ഗുഡ്സിന്റെയും സർവീസിന്റെയും നിർമ്മാണം വർദ്ധിക്കണം. സോ ജനസംഖ്യ വർദ്ധിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് we cannot assure that there is increase in economic activity. There is increase in the output of primary, secondary, tertiary sector. So B യും എന്താണ്? തെറ്റാണ്. ഇനി D നോക്കൂ, when there is volume of trade grows in world economy. So വേൾഡ് എക്കണോമിയില് എന്ത് കൂടുന്നു? ട്രേഡ് കൂടുന്നു. സോ ദർ ഇസ് കൺട്രി ഇന്ത്യ എന്ന കൺട്രി ഉണ്ട്. ഗ്ലോബൽ ലെവലിൽ ട്രേഡ് വർദ്ധിക്കണമെങ്കിൽ ഇന്ത്യ ഇല്ലെങ്കിലും എന്താ ട്രേഡ് വർദ്ധിക്കാം. ഇപ്പം അമേരിക്ക ചൈന ട്രേഡ് വർദ്ധിച്ചു, അമേരിക്ക UK ട്രേഡ് വർദ്ധിച്ചു, UK ചൈന ട്രേഡ് വർദ്ധിച്ചു. സോ ഗ്ലോബൽ ലെവലിൽ ഇന്ത്യയെ എക്സ്ക്ലൂഡ് ചെയ്തുകൊണ്ട് ബാക്കി കൺട്രീസ് എല്ലാം എന്ത് ചെയ്യുന്നു? വ്യാപാരം നടത്തുകയാണ്. അങ്ങനെ അവിടുത്തെ ട്രേഡ് വർദ്ധിച്ചു, ഗ്ലോബൽ ലെവൽ ട്രേഡ് വർദ്ധിച്ചു. സോ ഗ്ലോബൽ ലെവൽ ട്രേഡ് വർദ്ധിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി കനോട്ട് അഷ്യൂർ ദാറ്റ് ഇന്ത്യ അതിൽ ഭാഗമാണെന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റില്ല.
അല്ലെങ്കിൽ ഒരു കൺട്രി ഉണ്ടെങ്കിൽ ആ കൺട്രിയിലെ പാർട്സിന് എന്ന് പറയാൻ പറ്റില്ല. പറഞ്ഞ എന്താണ്? വോളിയം ഓഫ് ട്രേഡ് ഗ്രോസ് ഇൻ എക്സ് എന്നല്ല പറഞ്ഞേ. ഇഫ് ഇറ്റ് ഈസ് എക്സ് വി ക്യാൻ സേ എന്താ ഗ്രോത്ത് ഉണ്ടെന്ന് അസ്യൂം ചെയ്യാം. കാരണം എന്താ? ട്രേഡ് വർദ്ധിക്കണമെങ്കിൽ എക്സ്പോർട്ട് വർദ്ധിക്കണം. ഓക്കെ, എക്സ്പോർട്ട് വർദ്ധിക്കണം, ആ രീതിയിൽ അസ്യൂം ചെയ്യാം. പക്ഷെ അപ്പോഴും ട്രേഡ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് എ വൺ വേ പ്രോസസ്. വ്യാപാരം എന്ന് പറയുമ്പോൾ ഒറ്റ വഴിയിൽ മാത്രമുള്ള പ്രോസസ് അല്ല, ടു വേ ആണ്. ഇവിടുന്ന് അങ്ങോട്ടും ഉണ്ട്, അവിടുന്ന് ഇങ്ങോട്ടും ഉണ്ട്. സോ ഇമ്പോർട്ട് വർദ്ധിച്ചു എന്ന് പറഞ്ഞാൽ ട്രേഡ് വർദ്ധിക്കുന്നു പറയാം, സോറി ഗ്രോത്ത് വർദ്ധിച്ചെന്ന് ഉറപ്പ് പറയാൻ പറയില്ല. പക്ഷെ ഇവിടെ പറഞ്ഞ എന്താ? വോളിയം ഓഫ് ട്രേഡ് ഗ്രോസ് ഇൻ വേൾഡ് എക്കണോമി എന്ന് പറഞ്ഞേ. ആഗോള തലത്തിൽ ലോക സമ്പദ്ഘടനയിൽ ഈ പറഞ്ഞ വ്യാപാരം വർദ്ധിച്ചു. സോ വി കനോട്ട് സേ ദാറ്റ് അതുകൊണ്ട് ഗ്രോത്ത് എക്സ് എന്ന് പറഞ്ഞ കണ്ടിൽ ഉണ്ടായെന്ന് പറയാൻ കഴിയില്ല. പിന്നെ നോക്കൂ, സി എന്താ പറഞ്ഞേ? when there is capital formation in X. So when we discussed the factors of production, I have discussed the concept of gross capital formation. So gross capital formation or creation of capital goods, that is same as investment. So investment എന്ന് പറഞ്ഞാലും gross capital formation എന്ന് പറഞ്ഞാലും creation of capital goods എന്ന് പറഞ്ഞാലും എല്ലാം എന്താണ്? സെയിം ആണ്. സോ ഈ പറഞ്ഞ ക്യാപിറ്റൽ ഫോർമേഷൻ വിൽ ഹെൽപ്പ് ഇൻ ഇൻക്രീസ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഗുഡ്സിന്റെയും സർവീസിന്റെയും പ്രൊഡക്ഷൻ വർദ്ധിക്കാൻ സഹായിക്കുന്ന ഒന്നാണെന്ത്? ഈ പറഞ്ഞ ക്യാപിറ്റൽ ഫോർമേഷൻ ഓർ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞ. സോ ആൻസർ എന്ത് വരും? ആൻസർ വിൽ ബി സി, when there is capital formation in X. Clear ആണല്ലോ? So for this question the answer will be C. Got it? So now we are going to discuss how economic growth is measured in India. ഇന്ത്യയിൽ എങ്ങനെയാണ് സാമ്പത്തിക വളർച്ച മെഷർ ചെയ്യുന്നത് നോക്കുന്നത്? സോ അറിഞ്ഞിരിക്കുക, ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ യു മേ നോട്ട് സീ ഇൻ സ്റ്റാൻഡേർഡ് ബുക്സ്. നിങ്ങൾ വായിക്കുന്ന സ്റ്റാൻഡേർഡ് ബുക്സിൽ രമേഷ് സിംഗോ അല്ലെങ്കിൽ വിവേക് സിംഗോ അല്ലെങ്കിൽ മറ്റേതൊരു ബുക്ക് വായിക്കുമ്പോൾ യു മേ നോട്ട് സീ ദ ഫ്യൂ കൺസെപ്റ്റ്സ് ദാറ്റ് ഐ എം ഗോയിങ് ടു ഡിസ്കസ് നൗ. ഞാൻ ഈ പറയാൻ പോകുന്ന പല കാര്യങ്ങളും ടെക്സ്റ്റ് ബുക്കിൽ കാണുന്നില്ല, പക്ഷേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഇപ്പൊ ചോദിക്കുവാണ്, സാർ എക്സാം പോയിന്റ് ഓഫ് വ്യൂല് അത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എക്സാം പോയിന്റ് ഓഫ് വ്യൂല് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. കാരണം എന്താ? എക്സാമിന് ചോദിക്കാൻ ചാൻസ് കുറവാണ്, ഇങ്ങനെ ചോദിക്കാൻ ചാൻസ് കുറവാണ്. പക്ഷേ നിങ്ങളൊരു വാർത്ത വായിക്കുമ്പോൾ നിങ്ങൾക്ക് ആ വാർത്തയിൽ അല്ല വായിക്കുമ്പോൾ ഒരു ക്ലാരിറ്റി ഉണ്ടാവണമെങ്കിൽ യു നീഡ് ടു നോ ദിസ് കൺസെപ്റ്റ്. ഇപ്പൊ സപ്പോസ് നിങ്ങൾ വാർത്ത കാണുകയാണ്, ഇന്ത്യയുടെ വളർച്ച വർദ്ധിച്ചു, ഇന്ത്യക്ക് ഗ്രോത്ത് ഉണ്ടായി, ഇന്ത്യക്ക് വളർച്ച ഉണ്ടായി അല്ലെങ്കിൽ ഇന്ത്യയുടെ ഗ്രോത്ത് വർദ്ധിച്ചു എന്ന് കാണുമ്പോൾ ആക്ച്വലി എന്താണ് മീൻ ചെയ്യുന്നത് അറിയണ്ടേ? ഇപ്പൊ ഞാൻ പലപ്പോഴും പറയുന്ന കാര്യമാണ്, വെൻ യു ആർ റീഡിങ്, ഒരു വാർത്ത വായിക്കുന്ന അല്ലെങ്കിൽ ഒരു കാര്യം പഠിക്കുന്നു, അപ്പൊ ചുമ്മാ അത് ബ്ലൈൻഡ് എന്ത് ചെയ്യരുത്, വായിക്കരുത്. ഇന്ത്യ ഗ്രോത്ത് ഉണ്ടായി, ഇന്ത്യ ഗ്രോത്ത് ഉണ്ടായി എന്ന് പറയുന്നതിന് പകരം എന്താണ് അവിടെ മീൻ ചെയ്തത്, എന്താണ് ആക്ച്വലി അവിടെ മീൻ ചെയ്തത് എന്ത് ചെയ്യുക, അറിഞ്ഞിരിക്കുക. സോ അതുകൊണ്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ ഇൻ ഓർഡർ ടു ഐഡന്റിഫൈ ഓർ ഇൻ ഓർഡർ ടു മെഷർ ദ ഗ്രോത്ത് ഓഫ് എ കൺട്രി വി ആർ ഗോയിങ് ടു കൺസിഡർ 2 ഫിനാൻഷ്യൽ ഇയേഴ്സ്. നമ്മൾ 2 സാമ്പത്തിക വർഷം കൺസിഡർ ചെയ്യാൻ പോവുകയാണ്. 2020-21 അതുപോലെ 2021-22. So here we are going to consider 2 financial years. 2 സാമ്പത്തിക വർഷം കൺസിഡർ ചെയ്യാൻ പോവുകയാണ്. 2020-21, 21-22. So we know that financial year എന്ന് പറഞ്ഞാൽ it begins at April and ends in March. So April, May, June, July, August, September, October, November, December, Jan, Feb, March. April മുതൽ മാർച്ച് വരെയുള്ള 12 മാസം. And we also discussed the quarters. ഓർമ്മയുണ്ടല്ലോ, Q1, Q2, Q3, Q4. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. There are 4 quarters, Q1,
Q2, Q3, Q4. Similarly, 2021, 22-ലും ഇതുപോലെ എന്തുണ്ട്? 4 ക്വാർട്ടർ ഉണ്ട്. ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാൻ, ഫെബ്, മാർച്ച്. So, in every financial year, we can see there are 4 quarters. And അങ്ങനെ 2 financial year consider ചെയ്ത് കഴിഞ്ഞു. Now we are assuming the GDP value in each of these quarters. ഈ ഓരോ ക്വാർട്ടറിലെയും GDP വാല്യൂ നമ്മൾ എന്ത് ചെയ്യാണ്? കൺസിഡർ ചെയ്യാൻ പോവാണ്. Okay, so in each of these quarters, we are going to consider the GDP value. So, suppose assume Q1 quarter or quarter 1 of financial year 2020-21 എന്ന് പറഞ്ഞാൽ 100 രൂപ എന്ന് വിചാരിക്കും. സോ 2020-21 സാമ്പത്തിക വർഷത്തെ ആദ്യ പാദത്തിൽ 100 രൂപയാണ് ആ കൺട്രിയിലെ GDP വാല്യൂ. സോ ഞാൻ പറഞ്ഞല്ലോ, GDP എന്ന് പറയുമ്പോൾ എന്താ? ഒരു മണി വാല്യൂ ആണ്. അതായത് ഈ കൺട്രിയില് ഏപ്രിൽ, മെയ്, ജൂൺ മാസം നിർമ്മിക്കപ്പെട്ട ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും മണി വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? 100 രൂപയാണ്. സോ that country may be producing some goods, some services. അതിന്റെ എല്ലാം മണി വാല്യൂ ആണ് 100 രൂപ. ഇനി Q2 എന്ന ഫിനാൻഷ്യൽ ഇയറിൽ സപ്പോസ് അത് എത്രയാണ്? 100 എന്ന് വിചാരിക്കും. Q3-ലും സപ്പോസ് ഇറ്റ് ഈസ് 100 എന്ന് വിചാരിക്കും. ആൻഡ് Q4-ലും 100 എന്ന് വിചാരിക്കാം. സോ ടോട്ടൽ GDP ഓഫ് 2020-21 എന്ന് പറഞ്ഞാൽ എത്ര വരും? Q1, Q2, Q3, Q4. അതിന് സം ആയിരിക്കും എന്ത്? ഈ പറഞ്ഞ സാമ്പത്തിക വർഷത്തെ മൊത്തം GDP വാല്യൂ. സോ നമുക്കറിയാം, ഇൻ എവറി ക്വാർട്ടർ ഗുഡ്സ് ആൻഡ് സർവീസ് ആർ പ്രൊഡ്യൂസ്ഡ്. എല്ലാ ഭാഗത്തിലും എന്ത് ചെയ്യുന്നുണ്ട്? ഉൽപ്പന്നങ്ങളും സേവനങ്ങളും നിർമ്മിക്കപ്പെടുന്നുണ്ട്. സോ ടോട്ടൽ വാല്യൂ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ സം ഓഫ് GDP വാല്യൂസ് ഇൻ ഈച്ച് ഓഫ് ദീസ് ക്വാർട്ടേഴ്സ്. സോ 100 പ്ലസ് 100 പ്ലസ് 100 അതായിരിക്കും എന്ത്? ഈ പറഞ്ഞ GDP വാല്യൂ. സോ 400 രൂപയായിരിക്കും എന്ത്? 2020-21 ഫിനാൻഷ്യൽ ഇയറിലെ GDP വാല്യൂ എന്ന് മീൻ ചെയ്യും. അടുത്തത് 21-22 ഫിനാൻഷ്യൽ ഇയർ. 2021-22 ഫിനാൻഷ്യൽ ഇയർ. Assume that Q1 of financial year 2021-22 അവിടുത്തെ GDP വാല്യൂ അസ്യൂം ചെയ്യുക ഇറ്റ് ഈസ് 105. ഇനിയും Q2 ഓഫ് ഫിനാൻഷ്യൽ ഇയർ 2021-22 എന്ന് പറഞ്ഞാൽ അസ്യൂം ഇറ്റ് ആസ് 110. ഇനിയും Q3-ല് അസ്യൂം ഇറ്റ് ആസ് 95. Q4-ല് അസ്യൂം ഇറ്റ് ആസ് 105. ഓക്കെ, സോ നമുക്ക് നോക്കുകയാണ് 21-22 ഫിനാൻഷ്യൽ ഇയറിൽ ഓരോ പാദത്തിലെയും GDP വാല്യൂ ആണ്. സോ Q1 105, Q2 110, Q3 95, Q4 105. In order to measure GDP growth, of financial year 2021-22 2021-22 ഫിനാൻഷ്യൽ ഇയറിലെ സാമ്പത്തിക വളർച്ച മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് we will be considering or we will be comparing GDP values of, ശ്രദ്ധിച്ചു കേൾക്കുക, we will be comparing the GDP values of 2 similar quarters of 2 consecutive years. എന്നുവെച്ചാൽ എന്താ മീൻ ചെയ്യുന്നേ? 2021-22 ക്വാർട്ടർ 1, ക്വാർട്ടർ 2, ക്വാർട്ടർ 3, ക്വാർട്ടർ 4 ഗ്രോത്ത് റേറ്റ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? Q1 എന്ന ഫസ്റ്റ് ക്വാർട്ടറിലെ GDP വാല്യൂവിനെ തൊട്ട് മുന്നത്തെ വർഷത്തെ
അതായത് 2020-21 എന്ന തൊട്ടു മുന്നത്തെ വർഷത്തെ സിമിലർ ക്വാർട്ടറായിട്ട് എന്ത് ചെയ്യുന്നു, കമ്പയർ ചെയ്യുന്നു. സോ വി ക്യാൻ സി ഹിയർ Q1 of 2021 is compared with Q1 of 2021. So 2021-22 Q1-നെ 2020-21 Q1-ആയിട്ട് എന്ത് ചെയ്യുന്നു, കമ്പയർ ചെയ്യും. Then 2021-22 Q2-നെ തൊട്ട് മുന്നത്തെ വർഷത്തെ Q2 ആയിട്ട് കമ്പയർ ചെയ്യുന്നു. Then Q3-നെ Q3-ആയിട്ട്, Q4-നെ Q4-ആയിട്ട്. So in order to measure the growth rate, എത്രമാത്രം സാമ്പത്തിക വളർച്ച ഒരു പാദത്തിൽ ഉണ്ടായി എന്ന് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് തൊട്ട് മുന്നത്തെ ക്വാർട്ടറുമായിട്ടല്ല കമ്പയർ ചെയ്യുന്നത്. അതായത് 2020-21 Q1, Q2, Q3, Q4. 2021-22 Q1, Q2, Q3, Q4. സോ Q1-ലെ ഗ്രോത്ത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് Q4-മായിട്ടല്ല എന്ത് ചെയ്യുന്നത്, കമ്പയർ ചെയ്യുന്നത്. സോ Q1-ലെ ഗ്രോത്ത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് തൊട്ട് മുന്നത്തെ എന്ത് ചെയ്യുന്നത്, കമ്പയർ ചെയ്യുന്നത്. മറിച്ച് Q1-ലെ ഗ്രോത്ത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് വി ആർ comparing Q1 value with Q1 value of previous financial year. Q1-ലെ കറണ്ട് ഇയറിലെ വാല്യൂവിനെ തൊട്ട് മുന്നത്തെ വർഷത്തെ Q1 വാല്യൂടെ കമ്പയർ ചെയ്യുന്നത്. Q2 with Q2, Q3 with Q3, Q4 with Q4. സോ അറിഞ്ഞോ, എന്താ പറഞ്ഞേ, സിമിലർ ക്വാർട്ടേഴ്സ് of consecutive financial years will be compared to measure economic growth എന്ന് കാണാൻ കഴിയും. So similar quarters of 2 consecutive financial years will be considered for measuring economic growth in a country. Okay. ഇനി ഇത് കൂടാതെ ഇവിടെ നോക്കൂ, 2021-22 105 എന്ത് GDP വാല്യൂ. തൊട്ട് മുന്നത്തെ വർഷം Q1-ല് GDP വാല്യൂ എത്ര, 100. സോ 100 105. സോ വി ക്യാൻ സേ 5% ഗ്രോത്ത് അവിടെ ഉണ്ടായി. നമുക്ക് എന്ത് പറയാം, there is a growth of 5%. സോ 100 എന്തായി, 105, which means 5% വർധനമാണ് GDP-യില് ഉണ്ടായത്. അടുത്തതോ 100 110 എന്ന് പറയാം, 10% ഗ്രോത്ത് അവിടെ ഉണ്ടായെന്ന് പറയാം. Then Q3 100 അത്രയായി 95. എന്ത് പറ്റി അവിടെ, GDP ഷ്രിങ്ക് ചെയ്തു, GDP ചുരുങ്ങി. 100 GDP വാല്യൂ 95 ഉപ്പുകുത്തി. സോ പ്രൊഡക്ഷൻ എന്ത് ചെയ്തു, കുറഞ്ഞു. സാമ്പത്തിക പ്രവർത്തനം അവിടെ റെഡ്യൂസ് ചെയ്തു. നമുക്ക് എന്ത് പറയാം, GDP ഹാസ് അറ്റൈൻഡ് എ നെഗറ്റീവ് ഗ്രോത്ത് റേറ്റ്. ഒരു നെഗറ്റീവ് വളർച്ച നിരക്ക് GDP-ക്ക് ഉണ്ടായെന്ന് പറയാം. എത്ര കുറഞ്ഞത്, 100-ൽ നിന്ന് 95, 5% അവിടെ കുറഞ്ഞത്. അടുത്തതോ Q4 100, Q4 105. സോ വിച്ച് മീൻസ് 5% ഗ്രോത്ത് ഉണ്ടായി. ഇനിയും ഈ പറഞ്ഞ 21-22 ഫിനാൻഷ്യൽ ഇയറിലെ മൊത്തം GDP വരുന്ന പറയുമ്പോൾ എത്ര ആയിരിക്കും, 105 പ്ലസ് 110 പ്ലസ് 95 പ്ലസ് 105. സോ എത്ര വരും, 105 210 അല്ല, നോക്കിയാൽ മതിയല്ലോ, 415 അല്ലെ, 415. സോ എത്ര വരുന്നേ, 105 പ്ലസ് 110 പ്ലസ് 95 പ്ലസ് 105. ഇറ്റ് ഈസ് ഈക്വൽ ടു
415. So we get GDP value of 2 financial years. 2020-21 400 ആയിരുന്നു cumulative GDP value. Then 2021-22 415 ആണ് GDP value. So in order to measure the growth of the entire financial year, 21-22 സാമ്പത്തിക വർഷത്തെ മൊത്തം ഗ്രോത്ത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം നമ്മള് തൊട്ട് മുന്നത്തെ വർഷത്തെ GDP വാല്യൂ എന്ത് ചെയ്യണം കമ്പയർ ചെയ്യണം. അതായത് 415 ആണ് ഈ പറഞ്ഞ ഫിനാൻഷ്യൽ ഇയറിലെ മൊത്തം GDP വാല്യൂ. ആൻഡ് ദാറ്റ് വാല്യൂ need to be compared with last year's GDP value, which means 415 minus 400 by 400. So എന്ത് നോക്കുന്നേ? ഗ്രോത്ത് നോക്കുന്നത് എങ്ങനെയാ? തൊട്ട് മുന്നത്തെ വർഷത്തെ അപേക്ഷിച്ച്, അങ്ങനല്ല പറയുന്നേ, കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇപ്പോൾ എത്ര വർധന ഉണ്ടായി. വിച്ച് മീൻസ് ഓൺ ഡിനോമിനേറ്റർ സൈഡ് താഴെ വരുന്നത്. സോ ന്യൂമറേറ്റർ ഉണ്ട്, ഡിനോമിനേറ്റർ ഉണ്ട്. സോ ഓൺ ഡിനോമിനേറ്റർ സൈഡ് ഓൾവേസ് വി യൂസ് ദ റഫറൻസ് വാല്യൂ. എന്തിനെ റെഫർ ചെയ്താണ് അല്ലെങ്കിൽ എന്തിനെ ആസ്പദമാക്കിയാണ് വളർച്ചാ നിരക്ക് നമ്മൾ കണ്ടുപിടിക്കുന്നത്. സോ റഫറൻസ് വാല്യൂ ആണ് എന്ത് എപ്പോഴും താഴെ വരുന്ന അറിഞ്ഞിരിക്കുക. സോ ഓൾവേസ് ദ റഫറൻസ് വാല്യൂ will come on the downside, will come on the denominator. So നമ്മൾ നേരത്തെ കണ്ടതിനായാലും തൊട്ട് മുന്നത്തെ വർഷത്തെ എങ്ങനെ ഒരു വാല്യൂ എങ്ങനെ മെഷർ ചെയ്യുന്നത്? Q1-ലാണെങ്കിൽ 105 മൈനസ് 100 ബൈ 100. സോ 100 ആണെന്ത് നമ്മുടെ റെഫറൻസ് വാല്യൂ. സോ we could see റെഫറൻസ് വാല്യൂ ആണെന്ത് എപ്പോഴും ഡിനോമിനേറ്ററിൽ വരുന്നത്. ഇവിടെ എന്ത് വന്നു? 415 മൈനസ് 400 ബൈ 400. സോ ഇതിനെ അപേക്ഷിച്ച് എത്രമാത്രം ഗ്രോത്ത് ഉണ്ടായി. ഓക്കെ, അതുപോലെ ഈസ് ദർ എനി റീസൺ ഫോർ കൺസിഡറിംഗ് ദിസ് Q1 കമ്പാരിസൺ, അല്ലെങ്കിൽ Q2 കമ്പാരിസൺ, Q3 കമ്പാരിസൺ? എന്തെങ്കിലും കാരണമുണ്ടോ? ഈ പറഞ്ഞ Q1 Q2 Q3 Q4 എന്നിങ്ങനെ കമ്പയർ ചെയ്യാൻ എന്തെങ്കിലും കാരണമുണ്ടോ? ഈസ് ദർ എ റീസൺ ഫോർ ദിസ് കമ്പാരിസൺ? എന്തുകൊണ്ടായിരിക്കും നമ്മൾ അങ്ങനെ കമ്പയർ ചെയ്യുന്നത്? പറയാമോ? Can you say why we compare similar quarters of 2 consecutive financial years? Similar quarters എന്തുകൊണ്ട് കമ്പയർ ചെയ്യാം? അതിന് കാരണം പറയുകയാണെങ്കിൽ, സപ്പോസ് ഒരു കൺട്രി എടുക്കുന്നു എ. ഈ കൺട്രിയിലെ Q1-ല് ദിസ് ഈസ് ദ പീരീഡ് ഓഫ് അഗ്രികൾച്ചറൽ ഹാർവെസ്റ്റ് എന്ന് വിചാരിക്കുക. Q1-ൽ എന്താണ്? ഹാർവെസ്റ്റ് പീരീഡ് ആണ്. Q2 Q3 Q4 എടുക്കുക. ആൻഡ് ഇവിടെ Q4 സപ്പോസ് അസ്യൂം ചെയ്യുക ദിസ് ഈസ് ദ പീരീഡ് ഓഫ് സോയിങ് പീരീഡ് ആണെന്ന് വിചാരിക്കുക. ദെൻ ദിസ് ഈസ് ഫസ്റ്റ് ഫിനാൻഷ്യൽ ഇയർ 2020-21. 21-22 വി കുഡ് സി ഇവിടെയും Q1 Q2 Q3 Q4 ഉണ്ട്. ആൻഡ് Q1 എന്ന് പറഞ്ഞാൽ എന്താ? ഹാർവെസ്റ്റ് പീരീഡ് തന്നെയാണ്. Q4 സോയിങ് പീരീഡ് ആണ്. നമ്മൾ എന്താ പറഞ്ഞേ? 2 ഫിനാൻഷ്യൽ ഇയർ ഉണ്ട്, 20-21, 21-22. ഇതിൽ Q1 എന്ന് പറഞ്ഞ ക്വാർട്ടർ ആദ്യ ഭാഗത്തിലാണ് എന്ത് നമ്മുടെ കാർഷിക മേഖലയിലൊക്കെ ഹാർവെസ്റ്റ് നടക്കുന്നത്, കൊയ്ത്തറിയാം, വിളവെടുപ്പ് നടക്കുന്നത്. എന്നാൽ Q4 എന്ന് പറഞ്ഞാൽ എന്താ? സോയിങ് പീരീഡ് ആണ്, വിത്ത് വിതയ്ക്കുന്ന സമയമാണ്. നമ്മള് സിമിലർ ക്വാർട്ടേഴ്സ് ഓഫ് 2 കോൺസിക്യൂട്ടീവ് ഫിനാൻഷ്യൽ ഇയർ എടുത്തില്ല എങ്കിൽ അതിന് പകരം ഈ പറഞ്ഞ Q1 കമ്പയർ ചെയ്യുന്നതിന് പകരം Q4 അല്ലെങ്കിൽ തൊട്ട് മുന്നത്തെ ക്വാർട്ടറുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നതെങ്കിൽ എന്താ പ്രശ്നം ഉണ്ടാവുന്നത്? Q4 എന്ന് പറഞ്ഞാൽ ദ പീരീഡ് ഓഫ് സോയിങ് ആണ്,
വിത്ത് വിതയ്ക്കുന്ന സമയമാണ്. ഇവിടെ നോക്കുമ്പോൾ പ്രൈമറി മേഖല ഔട്ട്പുട്ട് അല്ലെങ്കിൽ അഗ്രികൾച്ചർ മേഖല ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ സപ്പോസ് ഇറ്റ് ഈസ് 0. എന്താണ് ഈ പറഞ്ഞ Q4 സോയിങ് പീരീഡ് അല്ലേ, വിത്ത് വിതയ്ക്കുന്ന സമയമല്ലേ. സോ വിത്ത് വിതയ്ക്കുക എന്ന് പറയുമ്പോൾ അവിടെ ഔട്ട്പുട്ട് എന്ത് ചെയ്യുന്നില്ല, ജനറേറ്റ് ചെയ്യപ്പെടുന്നില്ല. കാരണം ഈ പറഞ്ഞ വിത്ത് വിളഞ്ഞ് അത് പാകമായി ഹാർവെസ്റ്റ് ചെയ്യുന്നതൊക്കെ ആവണം. അത്രയും ഒരു ടൈം പീരീഡ് ഉണ്ട്. ദർ ഈസ് എ ടൈം ലാഗ് ഫോർ ദിസ് മെച്യൂരിറ്റി. ഈ പറഞ്ഞ ക്രോപ്പ് മെച്യൂർ ആവാനായിട്ട് സമയമുണ്ട്. സോ Q4 എന്ന് പറയുമ്പോൾ എന്താ, ഇറ്റ് ഈസ് എ പീരീഡ് ഓഫ് സോയിങ്. സപ്പോസ് ആൾക്കാർ സോ ചെയ്യുന്ന സമയമാണ്, വിത്ത് വിതയ്ക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ എന്താ, അവിടെ ഔട്ട്പുട്ട് ഒന്നും കാണില്ല. സോ നമ്മള് Q1 എന്ന് പറയുമ്പോൾ എന്താ, പക്ഷെ ഹാർവെസ്റ്റ് പീരീഡ് ആണ്, കൊയ്ത്ത് സമയമാണ്, വിളവെടുപ്പ് സമയമാണ്. വിച്ച് മീൻസ് അവിടെ എന്തായിരിക്കും, ഔട്ട്പുട്ട് വളരെ കൂടുതലായിരിക്കും. സോ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, സപ്പോസ് Q1 ഹാർവെസ്റ്റ് പീരീഡ് ആണ്. സോ പ്രൈമറി മേഖലയിൽ 100 കിലോ അരി ഉൽപ്പാദിപ്പിച്ചു. 100 കിലോ അരിക്ക് വില 1000 രൂപയാണ് എന്ന് വിചാരിക്കും. 100 കിലോ അരിക്ക് വില 1000 രൂപയാണ്. സോ നമ്മള് Q1 Q4 കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുകയാണ്, Q4 എന്താണ്, 0, ഒന്നുമില്ല. Q1 1000, വിച്ച് മീൻസ് there is a huge growth, humongous growth in production എന്ന് പറയും, അല്ലെങ്കിൽ humongous growth in GDP വരും എന്ന് പറയും. വലിയൊരു ഡ്രാസ്റ്റിക് ഗ്രോത്ത് ഈ പറഞ്ഞ കാർഷിക ഉൽപാദനത്തിൽ ഉണ്ടായെന്ന് നമുക്ക് കാണാം. പക്ഷെ ആക്ച്വലി ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. ഇൻ ആക്ച്വൽ കേസ് there is no such humongous growth or drastic growth or ഒരു വലിയൊരു വളർച്ചയല്ല ഉണ്ടായേക്കുന്നത്. നോക്കുമ്പോൾ തൊട്ടു മുന്നത്തെ വർഷം Q1 ഹാർവസ്റ്റ് സമയത്ത് 90 കിലോ അരി ഉൽപ്പാദിപ്പിച്ചിരുന്നു. അതിന്റെ വാല്യൂ 900 ആണ്. 900 ആണ് അതിന്റെ വാല്യൂ. 900 ആണ് അതിന്റെ വാല്യൂ. ആൻഡ് ഇപ്പൊ എത്ര വാല്യൂ? 100 കിലോ ഉൽപ്പാദിപ്പിച്ചു, അതിന്റെ വാല്യൂ 1000 ആണ്. സോ Q4 Q1 കമ്പയർ ചെയ്യുമ്പോൾ എന്താ പ്രശ്നം? We will get an overestimated figure or inflated, അല്ലെങ്കിൽ ഒരു എന്താണ്, വലിയൊരു ലാർജ് ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് കാണിക്കും, അല്ലെങ്കിൽ ഓവർ എസ്റ്റിമേറ്റഡ് ഫിഗർ ആയിരിക്കും നമുക്ക് കാണിക്കുന്നത്. കാരണം തൊട്ടു മുന്നത്തെ വർഷം എന്താ, ഒന്നുമില്ലായിരുന്നു, ഒരു പ്രൊഡക്ഷനും ഇല്ല, അല്ലെങ്കിൽ ഒരു ഔട്ട്പുട്ടും ഇല്ല. സോ എന്താ, ഒരു വലിയ ഗ്രോത്ത്, നമുക്ക് പ്രതീക്ഷിക്കാത്ത ഒരു ഓവർ എസ്റ്റിമേറ്റഡ് ഗ്രോത്ത് നമുക്ക്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, Q1 Q1 കമ്പയർ ചെയ്യുന്നു, Q2 Q2 കമ്പയർ ചെയ്യുന്നു. സോ ഇൻ ഓർഡർ ടു മീറ്റ് ദിസ് സീസണൽ കണ്ടീഷൻസ്, കാരണം നമുക്കറിയാം ഓരോ സീസണിലും ഓരോ ക്രോപ്പ് കൾട്ടിവേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഓരോ ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യും. സോ ഇൻ ഓർഡർ ടു മീറ്റ് ദിസ് സീസണൽ ക്രൈറ്റീരിയ, നമ്മുടെ പ്രൊഡക്ഷനിലുള്ള സീസണൽ ക്രൈറ്റീരിയ, പ്രൊഡക്ഷനിലുള്ള സീസണൽ ക്രൈറ്റീരിയ, അതിനൊപ്പം തന്നെ പ്രൊഡക്ഷനിലെ ഈ പറഞ്ഞ എന്താണ് സോയിങ് പീരീഡ്, ഹാർവെസ്റ്റ് പീരീഡ് പോലുള്ള ആ ടൈം ഫ്രെയിം, അതുപോലെ എന്താ ഈ പറഞ്ഞ ഓവർ എസ്റ്റിമേഷൻ അവോയ്ഡ് ചെയ്യുക. In order to avoid this overestimation, in order to consider the seasonal criteria, we are comparing similar quarters of 2 consecutive financial years എന്ന് അറിഞ്ഞിരിക്കുക for measuring growth. Clear ആണല്ലോ? Now we are going to discuss the concept of real GDP and nominal GDP. എന്താണ് പഠിക്കാൻ പോകുന്നത്? Real and nominal GDP. Real and nominal GDP. So, ഇത് ഡിസ്കസ് ചെയ്യാനും I am going to consider an example. ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാൻ പോവുകയാണ്. So, in this example, we are going to consider financial year, 2021, 22 രണ്ട് ഫിനാൻഷ്യൽ ഇയർ കൺസിഡർ ചെയ്യാൻ പോവാണ്. ആൻഡ് ദീസ് 2 ഫിനാൻഷ്യൽ ഇയേഴ്സ് കൺസിഡർ ചെയ്യുമ്പോൾ വി ആർ ഓൾസോ കൺസിഡറിങ് ദ ഔട്ട്പുട്ട്സ് ഇൻ ദിസ് ഫിനാൻഷ്യൽ ഇയർ. ഈ 2 സാമ്പത്തിക വർഷത്തെയും ഔട്ട്പുട്ട്, എന്തൊക്കെ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കപ്പെടുന്നു എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുക.
സോ സപ്പോസ് ഈ ഫിനാൻഷ്യൽ ഇയർ 2020-21 ഫിനാൻഷ്യൽ ഇയറിൽ there are only 3 items. 3 ഐറ്റം മാത്രമേ ഉള്ളെന്ന് വിചാരിക്കുക. ഐറ്റം എന്തൊക്കെയാണ്? റൈസ്, മിൽക്ക് ആൻഡ് കാർ. റൈസ്, മിൽക്ക്, കാർ, ഈ 3 ഐറ്റം ആണ് എന്ത് ഈ കൺട്രിയിൽ നിർമ്മിക്കുന്നത്. ആൻഡ് സപ്പോസ് ഈ കൺട്രിയിൽ 100 കിലോ അരി നിർമ്മിച്ചു, 100 ലിറ്റർ പാൽ നിർമ്മിച്ചു, 100 കാർ നിർമ്മിച്ചു. ഓക്കെ, സോ നമ്മുടെ ഫിനാൻഷ്യൽ ഇയറിൽ എന്താ പറഞ്ഞ 100 കിലോ അരി, 100 ലിറ്റർ പാല്, അതുപോലെ 100 കാറും നിർമ്മിച്ചു. അടുത്ത എന്താണ്? 21, 22. ആൻഡ് അവിടെ നോക്കുക, ഈ പറഞ്ഞ റൈസ്, മിൽക്ക്, അതുപോലെ കാറാണ് നിർമ്മിച്ചത്. ആൻഡ് ഇവിടെയും വി ക്യാൻ സി ദ സെയിം ക്വാണ്ടിറ്റി, 100 കിലോ അരി, 100 ലിറ്റർ പാല്, അതുപോലെ 100 കാറ് നിർമ്മിച്ചത്. ഓക്കെ, സോ ദാറ്റ്സ് എ കൺട്രി എക്സ്. എക്സിൽ 2 ഫിനാൻഷ്യൽ ഇയർ കൺസിഡർ ചെയ്യുന്നു, 2020-21 ആൻഡ് 2021-22. There are 3 items. വേറെ ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. There is no other goods or service in this country. ഈ കൺട്രിയിൽ വേറെ ഒരു ഉൽപ്പന്നം എന്ത് ചെയ്യുന്നില്ല, നിർമ്മിക്കുന്നില്ല. 3 ഐറ്റമേ ഉള്ളൂ, റൈസ്, മിൽക്ക്, കാർ. സോ എത്ര? 100 കിലോ അരി, 100 ലിറ്റർ പാല്, 100 കാർ. അതാണ് 2 ഫിനാൻഷ്യൽ ഇയറും പ്രൊഡ്യൂസ് ചെയ്തത്. പക്ഷെ നമ്മൾ പറഞ്ഞു GDP എന്ന് പറഞ്ഞാൽ എന്താണ്? GDP എന്ന് പറഞ്ഞാൽ മണി വാല്യൂ ആണ്. എന്തിന്റെ മണി വാല്യൂ ആണ്? ഓഫ് ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ്. സോ കൺസിഡർ ഓൾ ദീസ് ഗുഡ്സ് ആർ ഫൈനൽ ഗുഡ്സ്. ഇതെല്ലാം എന്താ? ഫൈനൽ ഗുഡ്സ് ആണ്. ആൻഡ് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഈ പറഞ്ഞ ഉൽപ്പന്നങ്ങളെ മണിയായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ്. സിൻസ് യൂണിറ്റ്സ് ആർ ഡിഫറെന്റ്, വി കനോട്ട് സം അപ്പ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ആഡ് ചെയ്യാൻ കഴിയില്ല. നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഈ ഉൽപ്പന്നങ്ങളെ മണി വാല്യൂ ആയിട്ട് കൺവേർട്ട് ചെയ്യാണ്. സോ സപ്പോസ് 1 കിലോ അരിക്ക് വില 10 രൂപ ആയിരിക്കും, 1 ലിറ്റർ പാലിന് വില 10 രൂപ, ഒരു കാറിന് വില 100 രൂപ. സോ എത്ര വരുന്നു? 1000, 1000, 10,000. എത്ര വരും? 1000 പ്ലസ് 1000 പ്ലസ് 10,000, വിച്ച് ഈസ് 12,000 റുപ്പീസ്. അതായിരിക്കും എന്ത്? ആ കൺട്രിയുടെ GDP ഇൻ ദ ഫിനാൻഷ്യൽ ഇയർ 2020-21. കാരണം GDP എന്താ? ഇസ് എ മോണിറ്ററി വാല്യൂ ഓഫ് ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് which are produced in the domestic territory of the country during a specific time period, that is a financial year. Okay, ഇനി അടുത്ത് നോക്കൂ, 21, 22. ഇവിടെ due to some reasons in this financial year there was a hike in the price of goods. നമുക്കറിയാം, നമ്മുടെ വിപണിയിൽ നമ്മൾ കാണുന്ന സംഗതിയാണ് ദ ഇഷ്യൂ ഓഫ് ഇൻഫ്ലേഷൻ. സോ നമ്മൾ അടുത്തായിട്ട് പഠിക്കാൻ പോകുന്ന ഇൻഫ്ലേഷൻ ആയിരിക്കും വെൻ വി കവർ ദ നാഷണൽ ഇൻകം അക്കൗണ്ടിങ്. സോ 2 ക്ലാസ്സിന് വേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് വിൽ ബി ഡിസ്കസിങ് ദ കൺസെപ്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ. സോ പണപ്പെരുപ്പ് എന്ന് പറയും മലയാളത്തിൽ, അല്ലെങ്കിൽ പൊതുവെ പറയുമ്പോൾ ലേമൻ ലാംഗ്വേജിൽ പറയാം വിലക്കയറ്റം. സോ അപ്പോഴെങ്കിൽ നമ്മുടെ എക്കണോമിയിൽ ഉൽപ്പന്നങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വില ചേഞ്ച് ചെയ്യുന്നുണ്ട്. സോ there may be some increase in the price of goods and services in economy. സോ ഇവിടെ നോക്കുക, എന്ത് കാരണങ്ങളുണ്ടോ? കാരണം അറിയില്ല, പല കാരണങ്ങൾ കൊണ്ട് ഈ പറഞ്ഞ എക്കണോമിയിൽ 21-22 ഫിനാൻഷ്യൽ ഇയറിൽ ഈ എക്കണോമിയിൽ എന്തുണ്ടായി? വിലക്കയറ്റം ഉണ്ടായി. വിലക്കയറ്റത്തിന്റെ ഭാഗമായിട്ട് ഈ എക്കണോമിയിൽ ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിച്ചു. റൈസിന് സപ്പോസ് ദ പ്രൈസ് ഹാസ് ഇൻക്രീസ് ടു 20 റുപ്പീസ്, മിൽക്കിന് 20 രൂപ, കാറിന് 200 രൂപ. സോ ഇൻ ടോട്ടൽ എത്ര വരും? 2000 പ്ലസ് 2000 പ്ലസ് 20,000, ഇൻ ടോട്ടൽ 24,000. സോ ഇവിടെ നോക്കൂ, തൊട്ട് മുന്നത്തെ വർഷം 12,000, 21-22 24,000. So from this example, can I say
by comparing GDP values of these 2 years, I am saying that 21-22 financial year there is an increase in GDP growth, അല്ലെങ്കിൽ there is an increase in production of goods and services, or there is an increase in economic activity എന്നെനിക്ക് പറയാമോ? 21-22 സാമ്പത്തിക വർഷം നോക്കിയിട്ട് ഞാൻ പറയാം, അവിടുത്തെ GDP വാല്യൂ നോക്കിയിട്ട് പറയാണ് 21-22 എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് എ പീരീഡ് ഓഫ് ഇൻക്രീസ്ഡ് എക്കണോമിക് ആക്ടിവിറ്റി ആണ്. 21-22 സാമ്പത്തിക വളർച്ച വൻതോതിൽ വർദ്ധിച്ചു, അതുകൊണ്ടാണ് 24,000 കിട്ടിയത് എന്നെനിക്ക് പറയാമോ? നോക്കൂ, ഇവിടുത്തെ ഉൽപ്പന്നത്തിന്റെ വാല്യൂ എന്താണ്? 100 കിലോ അരി, 100 ലിറ്റർ പാല്, 100 കാർ. തൊട്ട് മുന്നത്തെ വർഷമോ 100 കിലോ അരി, 100 ലിറ്റർ കാർ, 100 ലിറ്റർ പാല്, 100 കാർ. എന്താ? ദ സെയിം ക്വാണ്ടിറ്റി അല്ലേ? 100 കിലോ അരി, 100 ലിറ്റർ പാല്, 100 കാർ. ദ സെയിം ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ ദീസ് 2 ഫിനാൻഷ്യൽ ഇയേഴ്സ്. ഈ 2 ഫിനാൻഷ്യൽ ഇയറിലും സെയിം ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് ആണ് നിർമ്മിച്ചത്. മോണിറ്ററി വാല്യൂ ആണ്, അതിലേക്ക് വരുവാ ഞാൻ. മോണിറ്ററി വാല്യൂ ആണെങ്കിലും ഞാൻ ചോദിച്ചത് എന്താണ്? ഈ GDP വാല്യൂ കൊണ്ട് can I say there is an increased economic activity? ഈ വാല്യൂ വെച്ച് ഞാൻ പറയുകയാണെന്ത്? by comparing these 2 values, 12,000-ഉം 24,000-ഉം കമ്പയർ ചെയ്യാൻ എന്താ പറയുന്നേ? there is an increased economic activity. എന്തുണ്ടായി? ഒരു ഉയർന്ന എക്കണോമിക് ആക്ടിവിറ്റി ഉണ്ടായി. അല്ലെങ്കിൽ there is increased production of goods. There is increased production of goods എന്നെനിക്ക് പറയാമോ? ചോദ്യം മനസ്സിലായോ? എന്താ ഞാൻ പറഞ്ഞേ? ഈ GDP വാല്യൂ നോക്കിയിട്ട്, ഈ 12,000-ഉം 24,000-ഉം നോക്കിയിട്ട് ഞാൻ പറയാണ്, നമുക്ക് 21-22 24,000 GDP വാല്യൂ. സോ എന്താ മീൻ ചെയ്യുന്നത്? നമ്മുടെ ഇന്ത്യയില്, അല്ലെങ്കിൽ നമ്മുടെ കൺട്രിയില്, അല്ലെങ്കിൽ ഈ എക്സ് എന്ന് പറഞ്ഞ കൺട്രിയില് എക്കണോമിക് ആക്ടിവിറ്റി വർദ്ധിച്ചു. പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി ഈ 3 മേഖലയിലെയും സാമ്പത്തിക പ്രവർത്തനം വർദ്ധിച്ചു. അവിടുത്തെ അഗ്രിഗേറ്റ് ഔട്ട്പുട്ട് എന്ത് ചെയ്തു? വർദ്ധിച്ചു എന്ന് ഞാൻ പറയുകയാണ്. അത് ശരിയാണോ? ഇല്ല, പറയാൻ കഴിയില്ല. പറഞ്ഞോ. 10-ൽ നിന്ന് 20-ലേക്ക് മാറുമ്പോൾ അവിടെ ഒരു എക്കണോമിക് പ്രൊഡക്ഷൻ കൂടിയിട്ടില്ലേ? എവിടെ കൂടി? പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോ എന്താ? ക്വാണ്ടിറ്റി അല്ലേ? നമ്മൾ എന്ത് ചെയ്യാണ്? GDP എന്ന് പറയുമ്പോ എന്താ? ഈ പറഞ്ഞ ക്വാണ്ടിറ്റീനെ മോണിറ്റൈസ് ചെയ്യുന്ന പരിപാടിയാണ്. ഒരു കൺട്രിയിൽ നിർമ്മിക്കപ്പെട്ട ഉൽപ്പന്നങ്ങളുടെ അളവിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? മണിയായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ്. സോ ഇവിടെ നോക്കൂ, 12,000 24,000 ആയത് എന്തുകൊണ്ടാ? നോട്ട് ബിക്കോസ് ഓഫ് ഇൻക്രീസ്ഡ് പ്രൊഡക്ഷൻ, ബട്ട് only because of inflation, only because of പ്രൈസ് ഹൈക്ക്. അതായത് വിപണിയില് ഈ ഉൽപ്പന്നത്തിന് വില കൂടി, അത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അവിടെ എന്തുണ്ടായിട്ടില്ല? അവിടെ നിർമ്മാണത്തിന്റെ തോത് വർദ്ധിച്ചിട്ടില്ല. there is no increase in the production of goods. ഉൽപ്പന്നങ്ങളുടെ അളവ് വർദ്ധിച്ചിട്ടുണ്ടോ? ഇല്ല. സോ ഇവിടെ നോക്കൂ, എക്കണോമിക് ആക്ടിവിറ്റി ഉണ്ടാവണമെങ്കിൽ എന്തുണ്ടാവണം? ഞാൻ ഒന്ന് പറഞ്ഞല്ലേ, എക്കണോമിക് ഗ്രോത്ത് അല്ലെങ്കിൽ എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ചെയ്യണമെങ്കിൽ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ഉണ്ടാവണം. സോ എക്കണോമിക് ആക്ടിവിറ്റി എന്താ ഇൻക്ലൂഡ് ചെയ്യുന്നത്? പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, കൺസംഷൻ. ദീസ് ആർ ദ എക്കണോമിക് ആക്ടിവിറ്റി. സോ ഇവിടെ നോക്കൂ, ഈ പറഞ്ഞ കൺട്രിയില് ഉൽപാദനം വർദ്ധിച്ചെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. തൊട്ട് മുന്നത്തെ സെയിം ക്വാണ്ടിറ്റിയാ. 100 കിലോ 100 കിലോ, 100 ലിറ്റർ 100 ലിറ്റർ, 100 100. ക്വാണ്ടിറ്റി എന്താ? സെയിമാ. ക്വാണ്ടിറ്റി സെയിം അല്ലേ? ഈസ് എ ഡൗട്ട്? ക്വാണ്ടിറ്റി സെയിം അല്ലേ? 100 100 മാറ്റമില്ലല്ലോ. ക്വാണ്ടിറ്റി എന്താണ്? മൂന്നിടത്തും സെയിം വാല്യൂ ആണ്. ദ ക്വാണ്ടിറ്റി ഈസ് സെയിം ത്രൂ ഔട്ട്. 100 100 100 100 100 100. ദ ക്വാണ്ടിറ്റി ഈസ് നോട്ട് ചേഞ്ചിങ്. എന്താ ചേഞ്ച് ചെയ്തത്? ദ ഓൺലി ചേഞ്ചിങ് എലമെന്റ് വാസ് ദ പ്രൈസ് ഓഫ് ഗുഡ്സ്. സപ്പോസ് ഈ പറഞ്ഞ പ്രൈസ്
10 ആയിരുന്നെങ്കിൽ വില കൂടിയില്ലെന്ന് വെച്ചോ, 10, 10, 100 എന്ത് വന്നേനെ വാല്യൂ? 1000 പ്ലസ് 1000 പ്ലസ് 10,000 എത്ര വന്നേനെ? മുന്നത്തെ അതേ വാല്യൂ തന്നെ 12,000 എന്ന അതേ വാല്യൂ തന്നെ വന്നേനെ. പക്ഷെ ഇവിടെ എന്തുകൊണ്ട് അത് മാറി? ആ 12,000 മാറി 24,000 ആയി. ബിക്കോസ് ഓഫ് പ്രൈസ് ഹൈക്ക്. പ്രൈസ് ഹൈക്ക് ഉണ്ടായി. എന്തിന്റെ? യൂണിറ്റ് ഐറ്റത്തിന്റെ. ഒരു ഐറ്റത്തിന്റെ വില, റൈസിന്റെയും മിൽക്കിന്റെയും കാറിന്റെയും 1 യൂണിറ്റിന് വില എന്ത് ചെയ്തു? പെർ യൂണിറ്റ് കോസ്റ്റ് എന്ത് ചെയ്തു? വർദ്ധിച്ചു. അതുകൊണ്ടാണ് എന്ത് ഇവിടെ ഒരു ഇൻക്രീസ്ഡ് GDP വാല്യൂ ഉണ്ടായത്. ആൻഡ് ഇത് മറികടക്കാനായിട്ട്, ഈ പോരായ്മ മറികടക്കാനായിട്ട് വി നീഡ് എ കോമൺ റെഫറൻസ് വാല്യൂ. ഓക്കെ, ഇവിടെ എന്താ പറഞ്ഞേ? ഈ രണ്ട് മെഷർമെന്റിലും, ഈ രണ്ട് കേസിലും വി ആർ മെഷറിംഗ് GDP വാല്യൂ ഇൻ ടേംസ് ഓഫ് കറന്റ് മാർക്കറ്റ് പ്രൈസ്. എന്താ മെഷർ ചെയ്തേ? 2020-21 21-22 we are measuring GDP value in terms of current market price. നിലവിലെ വിപണി വില അടിസ്ഥാനത്തിലാണ് എന്ത് നമ്മൾ GDP മെഷർ ചെയ്തത് ആണല്ലോ. 2021 10 രൂപയായിരുന്നു റൈസിനും മിൽക്കിനും, അതുപോലെ 100 രൂപയായിരുന്നു കാറിനും മാർക്കറ്റ് പ്രൈസ്, വിപണി വില. സോ വിപണിയില് ഉൽപ്പന്നം വിൽക്കുന്ന വിലയാ പറഞ്ഞേ, ബേസിക് പ്രൈസ് അല്ല. വിപണിയിലെ ഉൽപ്പന്നം വിൽക്കുന്ന പ്രൈസ് എത്രയാണ്? 10, 10, 100. സോ വി ക്യാൻ സി ഈ പറഞ്ഞ 10 രൂപയാണ് കറന്റ് മാർക്കറ്റ് പ്രൈസ്. അതുപോലെ ഇവിടെ നോക്കൂ, ഇവിടെ എത്ര ആയിരുന്നു? ഇവിടെ എത്ര വരുന്നത്? ദ വാല്യൂ ഈസ് 20 രൂപയാണ്. 20 രൂപയാണ് എന്ത്? ഈ പറഞ്ഞ റൈസ്, മിൽക്ക്. 200 രൂപയാണ് എന്ത്? കാറിന്റെ current market price. So GDP, which is estimated using current year's market price, അതായത് നിലവിലെ സാമ്പത്തിക വർഷത്തെ കറന്റ് ഫിനാൻഷ്യൽ ഇയറിലെ മാർക്കറ്റ് പ്രൈസ് ഉപയോഗിച്ചുകൊണ്ട് GDP വാല്യൂ മെഷർ ചെയ്യുകയാണെങ്കിൽ അതിന് പറയുന്നതാണ് നോമിനൽ GDP. നോമിനൽ GDP, or we can say GDP at current year's price. GDP at current year's price. നിലവിലെ സാമ്പത്തിക വർഷത്തെ മാർക്കറ്റ് പ്രൈസ് ഉപയോഗിച്ചുകൊണ്ട് കറന്റ് ഫിനാൻഷ്യൽ ഇയറിലെ മാർക്കറ്റ് പ്രൈസ് ഉപയോഗിച്ചുകൊണ്ട് GDP വാല്യൂ മെഷർ ചെയ്യുകയാണെങ്കിൽ അതിന് പറയുന്നതാണ് എന്ത്? നോമിനൽ GDP or GDP at current market price or current year's price എന്ന് പറഞ്ഞു. നമ്മളിപ്പോ കണ്ട 12,000-ഉം 24,000-ഉം എന്താണ്? GDP at current year's market price ആണ്, അല്ലെങ്കിൽ GDP നോമിനൽ GDP ആണ്. സോ 12,000-ഉം 24,000-ഉം എന്താ? നോമിനൽ GDP ആണ്, or GDP at current year's market price ആണ്. And for comparing the growth compare ചെയ്യാൻ വേണ്ടിയിട്ട് we will be using not this nominal GDP. ഈ നോമിനൽ GDP അല്ല നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, മറിച്ച് we will be measuring real GDP. നമ്മൾ എന്ത് മെഷർ ചെയ്യും? റിയൽ GDP മെഷർ ചെയ്യും. സോ നമ്മൾ നേരത്തെ കണ്ട എക്സാമ്പിൾ ഉണ്ടല്ലോ, തൊട്ട് മുന്നേ നമ്മൾ കണ്ടില്ലേ ഗ്രോത്ത് മെഷർമെന്റ് Q1, Q1, Q2, Q2, Q3, Q3, Q4, Q4, അതുപോലെ എന്റെ ഫിനാൻഷ്യൽ കമ്പാരിസൺ. ആൻഡ് ആ ഗ്രോത്ത് കമ്പാരിസൺ വിൽ ബി ഡൺ ബേസ്ഡ് ഓൺ ദിസ് റിയൽ GDP വാല്യൂ ആണ്. സോ നമ്മൾ നേരത്തെ കണ്ട ആ ഗ്രോത്ത് കമ്പാരിസൺ എങ്ങനെ മെഷർ ചെയ്തേ? എങ്ങനെ മെഷർ ചെയ്യുന്നേ? ബൈ മെഷറിംഗ് റിയൽ GDP വാല്യൂസ് ഓഫ് ഈച്ച് ഓഫ് ദാറ്റ് ക്വാർട്ടർ ആണ്. സോ റിയൽ GDP എന്തിനോട് മെഷർ ചെയ്യുന്നു? It is measured mainly to compare the growth, to compare GDP values of two consecutive financial years. രണ്ട് അടുത്തടുത്ത ഫിനാൻഷ്യൽ ഇയേഴ്സിനെ കമ്പയർ ചെയ്യാൻ വേണ്ടി
നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെഷർമെന്റ് ആണ് എന്ത്? റിയൽ GDP. ആൻഡ് റിയൽ GDP മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് we can see, in order to measure real GDP, we are considering a reference year. And ഈ reference yearലെ market price will be used to measure GDP of financial years. So, നമ്മൾ നേരത്തെ കണ്ട എക്സാമ്പിൾ എന്താ? 2021. സോ 2020, 20, 21, 21, 22. സോ റൈസ് മിൽക്ക് കാർ എത്ര വന്നിരുന്നു? ഇവിടെ 100 കിലോ, 100 ലിറ്റർ, 100 കാർ, 100. സോ നോമിനൽ GDP മെഷർ ചെയ്തത് എങ്ങനെ ആയിരുന്നു? നോമിനൽ GDP മെഷർ ചെയ്തത് ബൈ കൺസിഡറിങ് ദ കറന്റ് ഇയർ പ്രൈസ്. കറന്റ് ഇയർ പ്രൈസ് എത്ര? 10 രൂപ. 10 രൂപ റൈസില്, 10 രൂപ പാലില്, 100 രൂപ കാറില്. സോ കറന്റ് ഇയറിലെ വിപണി വില അടിസ്ഥാനത്തിൽ GDP മെഷർ ചെയ്തതാണ് GDP അറ്റ് കറന്റ് ഇയർ പ്രൈസ്, അല്ലെങ്കിൽ നോമിനൽ GDP എന്ന് പറഞ്ഞ. അതുപോലെ ഇവിടെയും കറന്റ് ഇയർ പ്രൈസ് 20, 20, 200. സോ കറന്റ് ഇയർ പ്രൈസ് ഉപയോഗിച്ചുകൊണ്ട് GDP മെഷർ ചെയ്യുന്നതായിരുന്നു എന്ത്? നോമിനൽ GDP ഓർ റിയൽ GDP. സോ ഇവിടെ എത്ര വന്നു? 12,000-ഉം 24,000-ഉമാണ് വരുന്നത്. അടുത്തെന്താ പറഞ്ഞേ? വി ആർ ഗോയിങ് ടു മെഷർ GDP വാല്യൂസ് ഓഫ് ദീസ് 2 ഫിനാൻഷ്യൽ ഇയേഴ്സ്. ഈ 2 ഫിനാൻഷ്യൽ ഇയറിന്റെയും GDP വാല്യൂ ഒരു കോമൺ പ്രൈസുമായിട്ട് എന്ത് ചെയ്യുന്നു? റെഫർ ചെയ്യുന്നു. സോ വി ആർ മെഷറിങ് GDP വാല്യൂസ് ഓഫ്, ശ്രദ്ധിച്ചു കേൾക്കുക, ഈ 2 ഫിനാൻഷ്യൽ ഇയറിലെയും 20, 21 ഫിനാൻഷ്യൽ ഇയറിലെയും 21, 22 ഫിനാൻഷ്യൽ ഇയറിലെയും 2 ഫിനാൻഷ്യൽ ഇയറിലെയും GDP വാല്യൂ ഒരു കോമൺ പ്രൈസ് വെച്ച് എന്ത് ചെയ്യുന്നു? മെഷർ ചെയ്യുന്നു. സോ വി ആർ മെഷറിങ് GDP values of these 2 financial years using a common market price. And this common market price is the base year market price. So base year എന്ന് പറഞ്ഞാൽ it is a reference year. It is a reference year which is used to measure real GDP, so that we can compare GDP, so we can measure GDP growth of financial years. ഫിനാൻഷ്യൽ ഇയറുകളുടെ സാമ്പത്തിക വർഷങ്ങളിലെ ഗ്രോത്ത് റേറ്റ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു കോമൺ എലമെന്റ്, ഒരു കോമൺ പ്രൈസുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? 2 ഫിനാൻഷ്യൽ ഇയറിലെയും വാല്യൂ, 2 ഫിനാൻഷ്യൽ ഇയറിലെയും ക്വാണ്ടിറ്റി നമ്മൾ മോണിറ്റൈസ് ചെയ്യുന്നു. ഇവിടെ നോക്കൂ, സപ്പോസ് ബേസ് ഇയറിലെ റൈസിന്റെ വില, മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ സപ്പോസ് ഇറ്റ് ഈസ് 5 രൂപ. മിൽക്കിന്റെ വില 5 രൂപ, കാറിന്റെ വില 50 രൂപ. സോ ഈ സെയിം റെഫറൻസ് വാല്യൂ ഉപയോഗിച്ചുകൊണ്ട് ഈ 2 വർഷത്തെയും GDP വാല്യൂ നമ്മൾ എന്ത് ചെയ്യുന്നു? മെഷർ ചെയ്യാൻ പോവാണ്. ദ സെയിം യൂണിറ്റ് പ്രൈസ് ഉപയോഗിച്ചുകൊണ്ട് ഈ 2 ഫിനാൻഷ്യൽ ഇയറിലെയും ക്വാണ്ടിറ്റി എന്ത് ചെയ്യാൻ പോവാണ്? നമ്മൾ മണിയായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ്. സോ റൈസിന് 5 രൂപ, മിൽക്കിന് 5 രൂപ, കാറിന് 50 രൂപ. എത്ര വരും? 500 + 500 + 5000, ടോട്ടൽ 6000. ഇവിടെയും 5, 5, 50, ടോട്ടൽ എത്ര വരും? 500 + 500 + 5000, ടോട്ടൽ 6000. So when we measure real GDP
റിയൽ ജി ഡി പി ഓഫ് 2 കോൺസിക്യൂട്ടീവ് ഫിനാൻഷ്യൽ ഇയർ മെഷർ ചെയ്യുമ്പോൾ, രണ്ട് അടുത്തടുത്ത ഫിനാൻഷ്യൽ ഇയറിലെ റിയൽ ജി ഡി പി മെഷർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? നമുക്ക് എന്ത് കാണാൻ കഴിയും? ദ ജി ഡി പി വാല്യൂ ഈസ് സെയിം. റിയൽ ജി ഡി പി എന്താ? സെയിമാ. അതായത് ഈ പറഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ ഒരു ഇൻക്രീസ് ഇൻ പ്രൊഡക്ഷൻ ഉണ്ടായിട്ടില്ല, ഇൻക്രീസ് ഇൻ എക്കണോമിക് ആക്ടിവിറ്റി ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ടായിരുന്നു നമ്മുടെ നേരത്തെ ജി ഡി പി വാല്യൂ കൂടിയത്? എന്തുകൊണ്ടാണ് നോമിനൽ ജി ഡി പി കൂടിയത്? നോമിനൽ ജി ഡി പി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് മെഷറിംഗ് ജി ഡി പി വാല്യൂ ഇൻ ടേംസ് ഓഫ് കറണ്ട് ഇയർ പ്രൈസ് ആണ്. സോ കറണ്ട് ഇയറിൽ ഇൻഫ്ലേഷൻ മൂലം വില വർധന ഉണ്ടായി. അതുകൊണ്ട് മാത്രമാണ് എന്ത് അവിടെ ഉയർന്ന ഒരു ജി ഡി പി വാല്യൂ കാണിച്ചത്. എന്നാൽ റിയൽ ജി ഡി പി മെഷർ ചെയ്യുമ്പോൾ ജി ഡി പി അറ്റ് ബേസ് ഇയർ പ്രൈസ് അല്ലെങ്കിൽ ജി ഡി പി അല്ലെങ്കിൽ കോൺസ്റ്റന്റ്, അതാണ് ജി ഡി പി അറ്റ് കോൺസ്റ്റന്റ് പ്രൈസ് അല്ലെങ്കിൽ റിയൽ ജി ഡി പി എന്ന് പറയും. സോ എന്താ ജി ഡി പി അറ്റ് കോൺസ്റ്റന്റ് പ്രൈസ് ഓർ ജി ഡി പി അറ്റ് ബേസ് ഇയർ പ്രൈസ് ഓർ റിയൽ ജി ഡി പി എന്ന് പറഞ്ഞാൽ അത് വെച്ച് മെഷർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 2 വർഷവും 2 സാമ്പത്തിക വർഷവും സെയിം ജി ഡി പി വാല്യൂ ആണ്. വിച്ച് മീൻസ് ദാറ്റ് there is no increase in production of goods. എക്കണോമിക് ആക്ടിവിറ്റിയില് വർധന ഉണ്ടായിട്ടില്ല. സോ ഈ പറഞ്ഞ റിയൽ ജി ഡി പി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റഡ് ജി ഡി പി ആണ്. ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ് ചെയ്ത, നമ്മൾ പണപ്പെരുപ്പം ഉണ്ടല്ലോ, ഒരു കൺട്രിയിലെ പണപ്പെരുപ്പ തോത് അത് അഡ്ജസ്റ്റ് ചെയ്ത, അതിനെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു ജി ഡി പി വാല്യൂ ആണെന്ത്? റിയൽ ജി ഡി പി എന്ന് പറഞ്ഞാൽ. സോ റിയൽ ജി ഡി പി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റഡ് ജി ഡി പി ഫിഗർ എന്ന് അറിഞ്ഞിരിക്കുക. സോ ഇറ്റ് ഈസ് ആൻ ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റഡ് ജി ഡി പി ഫിഗർ. ആൻഡ് ബേസ് ഇയർ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എ റെഫറൻസ് ഇയർ ആണ്. നമ്മുടെ റെഫറൻസ് ഇയർ ആണ്, അല്ലെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന റെഫറൻസ് ഇയർ ആണ് എന്ത്? ബേസ് ഇയർ. ആൻഡ് ബേസ് ഇയർ ഈസ് എ റെഫറൻസ് ഇയർ വിച്ച് ഈസ് യൂസ്ഡ് ടു കമ്പയർ ജി ഡി പി വാല്യൂസ് ഓഫ് 2 കോൺസിക്യൂട്ടീവ് ഫിനാൻഷ്യൽ ഇയേഴ്സ്. ഈ ബേസ് ഇയർ പ്രൈസ് ഉപയോഗിച്ചുകൊണ്ട്, ഇറ്റ് ഈസ് യൂസ്ഡ് ടു മെഷർ റിയൽ ജി ഡി പി സോ ദാറ്റ് വി ക്യാൻ കമ്പയർ ജി ഡി പി വാല്യൂസ് ഓഫ് 2 കോൺസിക്യൂട്ടീവ് ഫിനാൻഷ്യൽ ഇയേഴ്സ്. രണ്ട് അടുത്തടുത്ത, ശ്രദ്ധിച്ചു വെക്കുക, ജി ഡി പി എന്താ? ജി ഡി പി ഈസ് എ റെഫറൻസ് ഇയർ whose market price is used to, GDP is a reference year whose market price is used to measure real GDP. റിയൽ ജി ഡി പി മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ബേസ് ഇയറിലെ മാർക്കറ്റ് പ്രൈസ് ആണ്. ആൻഡ് ഈ എന്തിനാണ് കണ്ടുപിടിക്കുന്നത്? വൈ വി മെഷർ റിയൽ ജി ഡി പി? So that we can compare GDP values of 2 consecutive financial years in order to measure economic growth. സാമ്പത്തിക വളർച്ച എന്തുമാത്രം ഗ്രോത്ത് ഉണ്ടായി എന്ന് മെഷർ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? രണ്ട് അടുത്തടുത്ത ഫിനാൻഷ്യൽ ഇയറിന്റെ ജി ഡി പി വാല്യൂ കമ്പയർ ചെയ്യണം. അങ്ങനെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം? റിയൽ ജി ഡി പി മെഷർ ചെയ്യണം. സോ ഗ്രോത്ത് മെഷർ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? റിയൽ ജി ഡി പി ഓഫ് 2 കോൺസിക്യൂട്ടീവ് ഫിനാൻഷ്യൽ ഇയേഴ്സ് ആവശ്യമാണ്. സോ ജി ഡി പി ഗ്രോത്ത് മെഷർ ചെയ്യണമെങ്കിൽ റിയൽ ജി ഡി പി ഓഫ് 2 കോൺസിക്യൂട്ടീവ് ഫിനാൻഷ്യൽ ഇയേഴ്സ് ആവശ്യമാണ്. ഗോട്ട് ഇറ്റ്? ക്ലിയർ ആണോ? ആൻഡ് ബേസ് ഇയർ എന്ന് പറയുമ്പോൾ ചുമ്മാ അങ്ങ് എടുക്കുമല്ല. ഒരു വർഷം കണ്ടു, സർക്കാർ തോന്നി കൊള്ളാം, നല്ല രസമുണ്ട്, എന്നാ പിന്നെ എടുത്തേക്കാം, അങ്ങനല്ല. There are some criteria to be followed for considering an year as base year. ഒരു വർഷത്തിനെ ബേസ് ഇയർ ആയി കൺസിഡർ ചെയ്യണമെങ്കിൽ ചില ക്രൈറ്റീരിയ എന്ത് ചെയ്യണം? ഗവൺമെന്റ് ഫുൾഫിൽ ചെയ്യണം. ദ കറന്റ് ബേസ് ഇയർ നോക്കുവാണെങ്കിൽ ഇറ്റ് ഈസ് 2011-12 ആണ്. 2011-12 ആണെന്ത്? കറന്റ് ബേസ് ഇയർ. സോ ദ കറന്റ് ബേസ് ഇയർ ഈസ് 2011-12 ആണ്. സോ നിലവിൽ ഇപ്പോ ജി ഡി പി വാല്യൂ മെഷർ ചെയ്യുന്നില്ലേ? നമ്മുടെ ഗവൺമെന്റ് ഇപ്പോ ജി ഡി പി വാല്യൂ മെഷർ ചെയ്യുന്നത് ബേസ്ഡ് ഓൺ ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് ഐറ്റംസ് ഇൻ ദിസ് ബേസ് ഇയർ. ഈ ബേസ് ഇയറിലുള്ള ഉൽപ്പന്നങ്ങളുടെ
വിപണി വില അടിസ്ഥാനത്തിലാണ് ഇപ്പൊ എന്ത് ചെയ്യുന്നത് നമ്മുടെ GDP ഇന്ത്യ റിയൽ GDP ഇന്ത്യയിൽ മെഷർ ചെയ്യുന്നത്. ആൻഡ് ആൾസോ ഒരു വർഷം ഒരു ഫിനാൻഷ്യൽ ഇയർ ബേസ് ഇയർ ആവണമെങ്കിൽ it has to fulfill some criteria. So for considering a financial year as base year, ഒരു ഫിനാൻഷ്യൽ ഇയറിനെ ബേസ് ഇയർ ആയി കൺസിഡർ ചെയ്യണമെങ്കിൽ it has to fulfill some criteria. ഒരു criteria, this has to be a normal year with no major economic reforms. നമ്മൾ കാണുന്ന ഡീമോണിറ്റൈസേഷൻ നമ്മുടെ എക്കണോമിയെ ഷുക്ക് ചെയ്ത, എക്കണോമിയെ ഷെയ്ക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ എക്കണോമിയെ ഷുക്ക് ചെയ്ത, അല്ലെങ്കിൽ എക്കണോമി പിടിച്ചു കുലുക്കിയ, അല്ലെങ്കിൽ എക്കണോമിയിലെ വലിയ രീതിയിൽ മാറ്റം ഉണ്ടാക്കിയ, റിഫോം ഉണ്ടാക്കിയ മാറ്റമുള്ള വർഷമാകാൻ പാടില്ല. സോ ഫിനാൻഷ്യൽ ഇയർ ബേസ് ഇയർ ആണെങ്കിൽ ആ ഫിനാൻഷ്യൽ ഇയർ എന്തായിരിക്കണം? ഒരു നോർമൽ ഇയർ ആയിരിക്കണം with no major economic reforms like demonetization. നോട്ട് നിരോധനം പോലെ നമ്മുടെ എക്കണോമിയെ ഇമ്പാക്ട് ചെയ്ത, അല്ലെങ്കിൽ എക്കണോമിയെ പിടിച്ചു കുലുക്കിയ ഒരു റിഫോം ഉണ്ടായ വർഷമൊന്നും ആവാൻ പാടില്ല. അതുപോലെ ഈ ഫിനാൻഷ്യൽ ഇയറിൽ ദ കൺട്രി ഷുഡ് ഗെറ്റ് നോർമൽ റെയിൻഫോൾ. ഒരു നോർമൽ റെയിൻഫോൾ ഒക്കെ കിട്ടിയ വർഷമായിരിക്കണം. അതായത് നമ്മളിപ്പോ കാണുന്നുണ്ടല്ലോ, ചില വർഷങ്ങളിൽ we may see some drastic fluctuation in rainfall ഒക്കെ കാണാറുണ്ട്. ഒന്നുകിൽ എന്ത് ചെയ്യും, മഴ വൻതോതിൽ ലഭിക്കും, അല്ലെങ്കിൽ മഴ എന്ത് ചെയ്യും, വൻതോതിൽ കുറയും. സോ ഡ്രാസ്റ്റിക് ഫ്ലക്ച്വേഷൻ റെയിൻഫോളിൽ അല്ലെങ്കിൽ മൺസൂണിൽ ഡ്രാസ്റ്റിക് ഫ്ലക്ച്വേഷൻ ഒന്നുമുള്ള വർഷം പാടില്ല. സോ നോർമൽ റെയിൻഫോൾ ഒക്കെ കിട്ടിയ വർഷമായിരിക്കണം. അതുപോലെ this year should not be a drought year. ഒരു ഡ്രോട്ട് ഇയർ ആവാൻ പാടില്ല. വരൾച്ച വർഷമോ അല്ലെങ്കിൽ റെയിൻഫാളില് വൻതോതിൽ കുറവുണ്ടായ വർഷമോ ഒന്നും ആവാൻ പാടില്ല. സോ ഒരു നോർമൽ ആയിട്ടുള്ള വർഷമായിരിക്കണം എന്ത്, ബേസ് ഇയർ എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ ഈ പറഞ്ഞ ബേസ് ഇയറിലെ പ്രൈസ്, ബേസ് ഇയറിലെ വിപണി വില should be relatable to the price in current financial years. So നിലവിലെ സാമ്പത്തിക വർഷങ്ങളിലെ വിപണി വിലയുമായി നോക്കുമ്പോൾ ബേസ് ഇയറിലെ പ്രൈസ് എന്തായിരിക്കണം? റിലേറ്റബിൾ ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ, ബേസ് ഇയറിൽ ഒരു ഉൽപ്പന്നത്തിന് വില, എ എന്ന ഉൽപ്പന്നത്തിന് വില സപ്പോസ് ഇറ്റ് ഈസ് 100 രൂപ. എന്നാൽ നിലവിൽ കറന്റ് ഫിനാൻഷ്യൽ ഇയറിൽ സപ്പോസ് ഏത് ഉൽപ്പന്നത്തിന് വില 1000 രൂപ. സോ ഇതെന്താ? ഇറ്റ് ഈസ് നോട്ട് റിലേറ്റബിൾ. രണ്ടും അടുത്തടുത്തില്ല, വലിയൊരു അന്തരമുണ്ട്, വലിയൊരു ഡിസ്പാരിറ്റി ഉണ്ട്. സോ there should be minimal disparity in the base year market price and current market price. സോ നിലവിലുള്ള ഫിനാൻഷ്യൽ ഇയറിലെ വിപണി വിലയും ബേസ് ഇയറിലെ പ്രൈസും തമ്മിൽ എന്താ ഉണ്ടായിരിക്കണം? ഒരു റിലേഷൻ ഉണ്ടായിരിക്കണം. there should be a relatable figure. അതാണ് കണ്ടീഷൻ. അതുപോലെ തന്നെ നമ്മുടെ ബേസ് ഇയർ, ദീസ് ആർ ദ കണ്ടീഷൻസ് ഫോർ എ ബേസ് ഇയർ. അതുപോലെ തന്നെ നമ്മുടെ ബേസ് ഇയർ എന്ത് ചെയ്യാറുണ്ട്? ഗവൺമെന്റ് ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യും. സോ ദ ഗവൺമെന്റ് യൂസ് ടു റിവൈസ് ദ ബേസ് ഇയർ ഓൺ റിക്കറിംഗ് ടൈംസ്, അല്ലെങ്കിൽ ഓൺ റിപ്പീറ്റഡ് ടൈംസ്. ഇടയ്ക്കിടയ്ക്ക് ഗവൺമെന്റ് എന്ത് ചെയ്യും? നമ്മുടെ ബേസ് ഇയർ റിവൈസ് ചെയ്യും. സോ നമ്മൾ അടുത്ത് നോക്കുന്നത് എന്തിനൊക്കെയാണ്, വൈ ഗവൺമെന്റ് ഈസ് റിവൈസിങ് ദ ബേസ് ഇയർ, എന്തിനാണ് നമ്മുടെ ഗവൺമെന്റ് ബേസ് ഇയർ റിവൈസ് ചെയ്യുന്നത്? ഒരു കാര്യം പറയുകയാണെങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞ പ്രൈസ് റിലേഷൻ ആണ്. നമ്മൾ പറഞ്ഞല്ലോ, നമ്മുടെ എക്കണോമിയിലെ ഫിനാൻഷ്യൽ ഇയറിലെ, കറന്റ് ഫിനാൻഷ്യൽ ഇയറിലെ വിപണി വിലയും ബേസ് ഇയറിലെ വിപണി വിലയും എന്തായിരിക്കണം? പരസ്പരം ഒരു ബന്ധം ഉണ്ടായിരിക്കണം. there should be some relation. അല്ലാതെ ഒരു ഹ്യൂജ് ഡിസ്പാരിറ്റി, വലിയൊരു അന്തരം ഇവ തമ്മിൽ ഉണ്ടാവാൻ പാടില്ല. ഫസ്റ്റ് ക്രൈറ്റീരിയ എന്താ? പ്രൈസ് റിലേഷൻ. പിന്നെ പറയുന്നത്, നമ്മുടെ എക്കണോമിയിൽ ന്യൂ ഐറ്റംസ്
ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യും? പ്രൊഡക്ഷൻ ഉണ്ടാവും. ആൻഡ് സപ്പോസ് വിചാരിക്കുക 2011-12 there is no മൊബൈൽ ഫോൺ പ്രൊഡക്ഷൻ എന്ന് വിചാരിക്കുക. 2011-12 ഇന്ത്യയില് എന്തില്ല? മൊബൈൽ ഫോൺ ഉൽപ്പാദനം ഇല്ലെന്ന് വിചാരിക്കുക. മൊബൈൽ ഫോൺ നിർമ്മിക്കുന്നേ ഇല്ല. ആൻഡ് വി സ്റ്റാർട്ടഡ് പ്രൊഡ്യൂസിങ് മൊബൈൽ ഫോൺ ഓൺ 2020. 2020 മൊബൈൽ ഫോൺ പ്രൊഡക്ഷൻ തുടങ്ങിയത് വിചാരിക്കുക. ആൻഡ് വിത്തിൻ ഫ്യൂ ഇയേഴ്സ്, 2 വർഷം കൊണ്ട് സപ്പോസ് നമ്മുടെ എക്കണോമിയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദന ഉൽപ്പന്നം മൊബൈലാന്ന് വിചാരിക്കുക. ഓക്കെ, എന്താ ഞാൻ പറഞ്ഞേ? 2020-21 മൊബൈൽ ഫോൺ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് വിത്തിൻ 2 ഇയേഴ്സ്, 2 വർഷം കൊണ്ട് മൊബൈൽ ഫോൺ പ്രൊഡക്ഷൻ ഹാസ് ക്യാപ്ചേർഡ് ഇന്ത്യൻ മാർക്കറ്റ്. ആ ഇന്ത്യൻ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നം എന്താ? ഇപ്പോ മൊബൈൽ ഫോൺ ആണ്. സോ മൊബൈൽ ഫോൺ ഈസ് കറന്റ്ലി എ സിഗ്നിഫിക്കന്റ് കോൺട്രിബ്യൂട്ടർ ടു എക്കണോമിക് ആക്ടിവിറ്റി ഓഫ് ഇന്ത്യ. പക്ഷെ നേരെ മറിച്ച് ഈ മൊബൈൽ ഫോൺ എന്തില്ല? ബേസ് ഇയറില് ഒരു മാർക്കറ്റ് പ്രൈസ് ഇല്ല. കാരണം എന്താ? മൊബൈൽ ഫോൺ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തത് 2020. നമ്മുടെ ബേസ് ഇയർ എന്താ? ഇപ്പോഴും 2011-12. സോ ബേസ് ഇയറില് there is no mobile phone production, so there is no market price of mobile phone in America. So mobile phone മാർക്കറ്റ് പ്രൈസ് അപ്പം അവൈലബിൾ അല്ല. സോ എന്ത് ചെയ്യേണ്ടി വരും? വി ക്യാൻ സി ഈ പറഞ്ഞ 21-22 അല്ലെങ്കിൽ അതിനുശേഷം ഫിനാൻഷ്യൽ ഇയറിൽ വി കനോട്ട് എസ്റ്റിമേറ്റ് റിയൽ ജി ഡി പി ഇൻക്ലൂഡിങ് മൊബൈൽ ഫോൺ പ്രൈസ്. മൊബൈൽ ഫോണിന്റെ വില ഉൾപ്പെടുത്തിക്കൊണ്ട് റിയൽ ജി ഡി പി എന്ത് ചെയ്യാൻ പറ്റില്ല? മെഷർ ചെയ്യാനായിട്ട് കഴിയില്ല. കാരണം ആ സമയത്ത് എന്തില്ല? ഇന്ത്യയിൽ മൊബൈൽ ഫോൺ ഇല്ല. വി ആർ നോട്ട് പ്രൊഡ്യൂസിങ്, ഇമ്പോർട്ടിങ് ഒന്നുമില്ല. മൊബൈൽ ഫോൺ ഇറക്കുമതി ചെയ്യുന്നില്ല, മൊബൈൽ ഫോൺ വരുന്നില്ല, അങ്ങനെ ഐറ്റം ഇല്ല. ദർ ഇസ് നോ മൊബൈൽ ഫോൺ. ആ സമയത്ത് മൊബൈൽ ഫോൺ ഇല്ല. എന്നാൽ 20 ആയപ്പോഴാണ് മൊബൈൽ ഫോൺ വരുന്നു, നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു, നമ്മൾ ഈ പറഞ്ഞ മൊബൈൽ ഫോൺ വിൽക്കുന്നു. എന്ത് പറ്റും? റിയൽ ജി ഡി പി വിൽ ബി അണ്ടർ എസ്റ്റിമേറ്റഡ്. എന്തുണ്ടാവും? റിയൽ ജി ഡി പി അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യപ്പെടും. കാരണം എന്താ? നിർമ്മാണമുണ്ട്, മൊബൈൽ ഫോൺ നിർമ്മിക്കുന്നുണ്ട്, പക്ഷെ എന്താ അവിടെ റിയൽ ജി ഡി പിക്ക് അത് എന്ത് ചെയ്യാൻ പറ്റില്ല? മൊബൈൽ ഫോണിന്റെ വാല്യൂ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ കഴിയില്ല. ബേസ് ഇയറിൽ സാധനമില്ല, അതിന് മാർക്കറ്റ് പ്രൈസ് ഇല്ല. സോ അതുപോലെ തന്നെ 2011-12 ഇപ്പോഴത്തെ ബേസ് ഇയർ. ഇനി മുന്നത്തെ ബേസ് ഇയർ ആയിരുന്നു 2004-2005. ആൻഡ് ഈ ബേസ് ഇയർ റിവേഴ്സ് ചെയ്തത് 2015 2015 നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ന്യൂ മെത്തഡോളജി അഡോപ്റ്റ് ചെയ്തു. ഇൻ 2015 the government of India adopted a new methodology in calculating GDP. ഇന്ത്യയിലെ GDP മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നാഷണൽ ഇൻകം മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പുതിയ മെത്തഡോളജി എന്ത് ചെയ്തു? നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അഡോപ്റ്റ് ചെയ്തു. ആൻഡ് ദിസ് മെത്തഡോളജി വാസ് അഡോപ്റ്റഡ് in order to align GDP measurement proposed by system of national accounts of UN. നമ്മുടെ ഗ്ലോബൽ ലെവലില്, ആഗോളതലത്തിൽ GDP മെഷർമെന്റില് അല്ലെങ്കിൽ നാഷണൽ ഇൻകത്തില് ഒരു യൂണിഫോമിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, in order to ensure uniformity in national income measurement throughout the world. ആഗോളതലത്തില് ദേശീയ വരുമാന മെഷർമെന്റില് ഒരു യൂണിഫോമിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് UN പ്രപ്പോസ് ചെയ്ത ഒരു ഡോക്യുമെന്റ് ആണ് സിസ്റ്റം ഓഫ് നാഷണൽ അക്കൗണ്ട്സ് എന്ന് പറയും. SNA, സിസ്റ്റം ഓഫ് നാഷണൽ അക്കൗണ്ട്സ് പ്രപ്പോസ്ഡ് ബൈ UN in order to ensure uniformity in national income measurement throughout the world. സോ ഇതുമായി അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് 2015 നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിലെ നാഷണൽ ഇൻകം മെഷർമെന്റ് മെത്തഡോളജി റിവൈസ് ചെയ്തു. അങ്ങനെ റിവൈസ് ചെയ്തപ്പോൾ ബേസ് ഇയർ ഗവൺമെന്റ് എന്ത് ചെയ്തു? റിവൈസ് ചെയ്തു. ആൻഡ് ഇറ്റ് വാസ് റിവൈസ് ടു 2011-12. ആൻഡ് ഈ റിവിഷൻ സമയത്ത് വി കുഡ് സി റീസൈക്ലിംഗ് ഇൻഡസ്ട്രി വാസ് included in 2011-12 methodology.
കാരണം തൊട്ട് മുന്നത്തെ വർഷം 2004-2005 സാമ്പത്തിക വർഷം റീസൈക്ലിംഗ് മേഖലയ്ക്ക് there was no market price. റീസൈക്ലിംഗ് മേഖലയ്ക്ക് എന്തില്ലായിരുന്നു? വിപണി വില ഇല്ലായിരുന്നു. എന്നാൽ 11-12 ആയപ്പോൾ റീസൈക്ലിംഗ് ഇൻഡസ്ട്രിക്ക് വിപണി വില ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടു, മാർക്കറ്റ് പ്രൈസ് ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടു. അതുപോലെ ഇൻ ദ ന്യൂ മെത്തഡോളജി ചില ചേഞ്ചസ് അഡോപ്റ്റ് ചെയ്തു. അത് അറിഞ്ഞിരിക്കുക. ന്യൂ മെത്തഡോളജിയിലെ ചേഞ്ചസ്. ഒരു ചേഞ്ച്, മുൻപ് വി വർ മെഷറിംഗ് GDP അറ്റ് ബേസിക് പ്രൈസ് ആയിരുന്നു, പ്രൊഡ്യൂസർ ലെവലായിരുന്നു എന്ത് GDP പണ്ട് മെഷർ ചെയ്തത്. എന്നാൽ ഇപ്പോൾ currently we can see GDP is measured at market price ആണ്, വിപണി വില അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ കൺസ്യൂമർ ലെവലാണ് എന്ത് GDP വാല്യൂ മെഷർ ചെയ്യപ്പെടുന്നത്. അതുപോലെ we changed this base year എന്ത് ചെയ്തു? റിവൈസ് ചെയ്തു. ഫ്രം 2004-5 to 2011-12 ആയിട്ട് ബേസ് ഇയർ റിവൈസ് ചെയ്തു. അതുപോലെ ഞാൻ കഴിഞ്ഞ പറഞ്ഞിരുന്നു about MCA 21 database for measuring GDP growth. For measuring GDP, നമ്മുടെ കൺട്രിയുടെ GDP അല്ലെങ്കിൽ നാഷണൽ ഇൻകം എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് ഒരു ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്തു. അതാണ് MCA 21 ഡേറ്റാബേസ്. സോ ഈ ഡേറ്റാബേസിനകത്ത് ഇന്ത്യയിലുള്ള മേഖലകളെ, ഇന്ത്യയിലുള്ള സെക്ടേഴ്സിനെ 21 ഇൻഡസ്ട്രീസിനകത്ത് ഇൻക്ലൂഡ് ചെയ്തു. സോ ഇന്ത്യയിലുള്ള വ്യവസായങ്ങളെ, ഇന്ത്യയിലുള്ള പ്രൊഡക്ഷൻ യൂണിറ്റുകളെ 21 മേഖലകളായിട്ട്, ഇന്ത്യയിലുള്ള പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി മേഖലകളെ 21 മേഖലകളായിട്ട് എന്ത് ചെയ്തു? കാറ്റഗറൈസ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? വി ആർ obtain data from this database and we are using this data to measure GDP value. So MCA 21 database എന്നൊരു ഡേറ്റാബേസ് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതുപോലെ we can see GVA, gross value addition, basic price മെഷർ ചെയ്യാൻ തീരുമാനിച്ചു. സോ മുൻപ് പറയുകയാണെങ്കിൽ earlier case methodology we were using GVA at factor cost ആയിരുന്നു. ഫാക്ടർ കോസ്റ്റ്, GVA at factor cost ആണ് നമ്മൾ എന്ത് റിലീസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ GVA at basic price എന്താ നമ്മൾ ഫോക്കസ് ചെയ്യില്ലായിരുന്നു. എന്നാൽ പിന്നീട് മനസ്സിലായി GVA at basic price ആണ് കുറച്ചുകൂടെ ആർട്ട് എന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ we shifted from GVA at factor cost to GVA at basic price. So GVA at basic price ഉപയോഗിച്ചാണ് എന്ത് ഈ പറഞ്ഞ GDP മെഷർ ചെയ്യാനായിട്ട് തീരുമാനിച്ചു. In order to measure GDP at market price, we are using GVA at basic price. So ഇങ്ങനെയൊക്കെ ചില മാറ്റങ്ങൾ ഈ പറഞ്ഞ പുതിയ മെത്തഡോളജിയിൽ ഉണ്ടായി. So kindly note these changes that has happened in the new methodology which was introduced in 2015. എന്തിനാ കൊണ്ടുവന്നത്? Mainly to align with system of national accounts of UN. യുഎനിന്റെ സിസ്റ്റം ഓഫ് നാഷണൽ അക്കൗണ്ട്സ് എന്ന ബുക്കുമായിട്ട്, എന്നൊരു ഡോക്യുമെന്റുമായിട്ട് അലൈൻ ചെയ്യാൻ വേണ്ടിയാണെന്ത് ഈ ഒരു ചേഞ്ച് ഗവൺമെന്റ് അഡോപ്റ്റ് ചെയ്തെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, നൗ we are going to discuss GDP deflator. GDP deflator. GDP deflator, the equation is nominal GDP by real GDP. So ഒരു ഫിനാൻഷ്യൽ ഇയറിലെ നോമിനൽ GDP യെ റിയൽ GDP ഡിവൈഡ് ചെയ്യുക, അതാണ് എന്ത് GDP ഡിഫ്ലേറ്റർ. സോ നമ്മൾ നേരത്തെ കണ്ട എക്സാമ്പിൾ നോക്കാം. നമുക്ക് 2020-21 ഫിനാൻഷ്യൽ ഇയർ ദ നോമിനൽ GDP എത്ര ആയിരുന്നു? 12,000 ആയിരുന്നു. റിയൽ GDP 6,000. സോ GDP ഡിഫ്ലേറ്റർ എന്ന് പറയുമ്പോൾ എത്ര വരും? 12,000 by 6,000 into 100, which means 200%. സോ എന്താ മീൻ ചെയ്യുന്നത്? 200% വെച്ചാൽ ഇതെന്താ മീൻ ചെയ്യുന്നത്? ഇറ്റ് മീൻസ് ദാറ്റ് ബേസ് ഇയറിനെ അപേക്ഷിച്ച്
ബേസ് ഇയറിനെ അപേക്ഷിച്ച് 200% വർധന ഉണ്ടായി. എന്തിന്? നമ്മുടെ എക്കണോമിയിലെ ഉൽപ്പന്നങ്ങൾക്ക്. സോ GDP reflector can be used to measure inflation trend in the economy. നമ്മുടെ എക്കണോമിയിലുള്ള ഇൻഫ്ലേഷൻ ട്രെൻഡ് മെഷർ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യാം? നമുക്ക് GDP റിഫ്ലക്ടർ ഉപയോഗിക്കാം. നോക്കൂ, ബേസ് ഇയറിൽ ഞാൻ പറഞ്ഞു റൈസിന് വില 5 രൂപ, മിൽക്കിന് 5 രൂപ, കാറിന് 50 രൂപ. എന്നാൽ 20-21 ഫിനാൻഷ്യൽ ഇയറിൽ എത്രയാണ്? റൈസിന് 10, മിൽക്കിന് 10, കാറിന് 100. സോ ഇരട്ടിയായില്ലേ? 5 10ആയി, 5 10ആയി, 50 100ആയി. ഇരട്ടിയായില്ലേ? പ്രൈസ് എന്താ ചെയ്തു? ഡബിൾ ചെയ്തു. പ്രൈസ് ഓഫ് ഗുഡ്സ് ഹാസ് ഡബിൾഡ്. അതാണ് എന്ത്? 200 ഇരട്ടി വർധന ഉണ്ടായി. 5 10 എന്ന് പറയുമ്പോൾ there is a 2 times growth, 2 times hike in the price of items. So GDP reflector is a measure of inflation in the economy എന്ന് അറിഞ്ഞിരിക്കുക. ഇൻഫ്ലേഷൻ മെഷർ ചെയ്യുന്ന ഒരു ഇൻഡെക്സ് ആണ്, ഒരു ഇൻഡിക്കേറ്റർ ആണ് GDP reflector എന്ന കാര്യം അറിഞ്ഞിരിക്കുക. Next, we are going to consider GDP measurement using different methods. So, നമ്മൾ 3 മെത്തേഡ്സ് പറഞ്ഞു. ഇൻകം മെത്തേഡ്, പ്രൊഡക്റ്റ് മെത്തേഡ്, ദെൻ എക്സ്പെൻഡിച്ചർ മെത്തേഡ്. സോ ഇതിന്റെ എല്ലാം ഒരു ബേസിക് ഇക്വേഷൻ മതിയാവും നമുക്ക്. ദർ ഇസ് നോ നീഡ് ടു ഡിസ്കസ് ഈ പറഞ്ഞ കോംപ്ലിക്കേറ്റഡ് ഇക്വേഷൻ ആവശ്യമില്ല. അതിൽ ഒഫീഷ്യലായിട്ട് ഗവൺമെന്റ് ഉപയോഗിക്കുന്ന ചില ഇക്വേഷൻ ഉണ്ട്, അത് നമുക്ക് ആവശ്യമില്ല. എക്സാം പോയിന്റ് ഓഫ് വ്യൂല് അത് ചോദിക്കാൻ പോകുന്നില്ല, അങ്ങനെ ഇക്വേഷൻ ചോദിക്കാൻ പോകുന്നില്ല. പിന്നെ ആവശ്യമുള്ളത് ഞാൻ എടുക്കുന്നുണ്ട്, എക്സാം ചോദിക്കുന്നതൊക്കെ എടുക്കുന്നുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് മെയിൻലി ബേസ്ഡ് ഓൺ +2 NCERT ആണ്. സോ +2 NCERT ലെവലില് ഞാൻ എടുക്കുന്നുണ്ട്. +2 മാത്രമല്ല, നമ്മുടെ സ്റ്റാൻഡേർഡ് ബുക്സ് അനുസരിച്ച് എടുക്കുന്നുണ്ട്. അതല്ലാതുള്ള കോംപ്ലിക്കേറ്റഡ് ഇക്വേഷൻസ് ഉണ്ട്. ദാറ്റ് ഈസ് ദ ആക്ച്വൽ ഇക്വേഷൻസ് യൂസ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഫോർ മെഷറിംഗ് GDP. അത് നമുക്ക് എന്താ അത്ര ആവശ്യമില്ല, എക്സാം പോയിന്റ് അത്ര ആവശ്യമില്ല. ഞാനത് പറയും, ക്ലാസ് ഞാൻ ജസ്റ്റ് പറയും, അത് പ്രതിപാദിക്കും. പക്ഷെ എന്താ, നിങ്ങളത് കാണാൻ പഠിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യമൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ശ്രദ്ധിച്ച് പഠിക്കുക. സോ ബൈ ഇൻകം മെത്തേഡ് GDP can be defined as the sum of factors of production's income. So നമ്മുടെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന്റെ വരുമാനമാണ് GDP എന്ത് ചെയ്യാൻ നമുക്ക് പറയാം. So it is the addition of all factor income generated in the production of goods and service. ഗുഡ് സർവീസും നിർമ്മിക്കുന്ന സമയത്ത്, ഗുഡ് സർവീസ് നിർമ്മിക്കുന്ന വേളയിൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടുന്ന ഫാക്ടർ ഇൻകം, അതിന് സമ്മ് എന്ന് പറയാം, നമുക്ക് GDP എന്ന് പറയാം. സോ എന്താണ്? വേജസ്, പ്രോഫിറ്റ്സ്, റെന്റ്, ഇൻട്രസ്റ്റ്, ഇതിന്റെ സം എന്താ? നമുക്ക് GDP ആയിട്ട് പറയാം. സോ ദ സം ഓഫ് ഫാക്ടർ ഇൻകംസ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ നമുക്ക് എന്താ? GDP വയ ഇൻകം മെത്തേഡിൽ നമുക്ക് പറയാം. ദെൻ പ്രൊഡക്റ്റ് മെത്തേഡ് അറിഞ്ഞിരിക്കണം. സോ ബൈ പ്രൊഡക്റ്റ് മെത്തേഡ് we can see GDP. നേരത്തെ പറഞ്ഞു, as per our new methodology we are measuring GDP in terms of market price ആണ്. വിപണി വില അടിസ്ഥാനത്തിലാണ് എന്ത് GDP മെഷർ ചെയ്യുന്നത്. ആൻഡ് GDP at market price is equal to GVA at basic price plus product taxes minus product subsidy. So GDP at market price എന്താണ്? GDP at market price എന്ന് പറയുമ്പോൾ എന്താ? GVH ബേസിക് പ്രൈസ്, നമ്മുടെ പ്രൊഡ്യൂസർ ലെവലുണ്ടായ വാല്യൂ അഡിഷൻ. നമ്മൾ ഇന്നലെ പറഞ്ഞ എന്തായിരുന്നു? പ്രൊഡ്യൂസറിലെ വാല്യൂ അഡിഷൻ. സോ വി were not considering product taxes, product subsidies when we consider GVH basic price. നമ്മൾ ആ എക്സാമ്പിൾ പറഞ്ഞപ്പോ 3 എക്സാമ്പിൾ പറഞ്ഞു, അബൌട്ട് ടാറ്റ കാർ, അതുപോലെ CCD കഫേ കോഫി ഡേ, ഇതെല്ലാം പറഞ്ഞപ്പോ നമ്മൾ എന്താ പറഞ്ഞേ? വി ആർ നോട്ട് കൺസിഡറിങ്. ആദ്യം നമ്മൾ അതൊന്നും കൺസിഡർ ചെയ്തില്ല. ആദ്യം നമ്മൾ ഒരു ടാക്സും ഒരു സബ്സിഡിയും കൺസിഡർ ചെയ്തില്ല. എന്നാൽ പിന്നീട് നമ്മൾ പ്രൊഡക്ഷൻ ടാക്സും
സബ്സിഡി മാത്രം കൺസിഡർ ചെയ്തു. ടാക്സ് were not considered. സോ ആക്ച്വലി ഒരു ഉൽപ്പന്നം വിറ്റുപോകുന്നത് ഇറ്റ് ഈസ് നോട്ട് അറ്റ് ബേസിക് പ്രൈസ്. ഒരു ഉൽപ്പന്നം വിപണിയിൽ വിറ്റുപോകുന്നത് ബേസിക് പ്രൈസിലല്ല, മറിച്ച് മാർക്കറ്റ് പ്രൈസിലാണ്. സോ GDP ഈസ് മെഷേർഡ് അറ്റ് ദാറ്റ് മാർക്കറ്റ് പ്രൈസ് ആണ്. സോ GDP അറ്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താ വരുന്നേ? GVA അറ്റ് ബേസിക് പ്രൈസ് പ്ലസ് പ്രൊഡക്റ്റ് ടാക്സ് മൈനസ് പ്രൊഡക്റ്റ് സബ്സിഡി. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് എന്ത്? മാർക്കറ്റ് പ്രൈസ് ബേസിക് പ്രൈസ് റിലേഷൻ. സോ GDP at market price equal to GVA at factor cost plus product tax minus product subsidy. And in India, ഒരു കാര്യം അറിഞ്ഞിരിക്കുക, നമ്മുടെ ഇന്ത്യയിൽ ഇൻകം മെത്തേഡ് ഈസ് നോട്ട് മച്ച് യൂസ്ഡ് ഫോർ മെഷറിംഗ് നാഷണൽ ഇൻകം. ദേശീയ വരുമാനം എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ ഇൻകം മെത്തേഡ് എന്ത് ചെയ്യുന്നില്ല, നമ്മൾ പൊതുവെ അധികം യൂസ് ചെയ്യാറില്ല. ഇൻകം മെത്തേഡ് നമ്മൾ ഇന്ത്യയിലെ ടെറിഷറി മേഖലയിൽ, പ്രത്യേകിച്ച് സേവന മേഖലയിലെ ചിലയിടത്ത് മാത്രമാണ് എന്ത് ഉപയോഗിക്കുന്നത്. ഇൻകം മെത്തേഡ് ഈസ് നോട്ട് എ കോമൺ മെത്തേഡ് വിച്ച് ഈസ് യൂസ്ഡ് ടു മെഷർ നാഷണൽ ഇൻകം ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ദേശീയ വരുമാനം എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഗവൺമെന്റ് ഉപയോഗിക്കുന്ന ഒരു കോമൺ മെത്തേഡ് അല്ല ഇൻകം മെത്തേഡ്. വി ആർ മെയിൻലി എസ്റ്റിമേറ്റിംഗ് നാഷണൽ ഇൻകം ബേസ്ഡ് ഓൺ ടു മെത്തേഡ്സ്. ഏതൊക്കെയാണ്? നമ്മുടെ വാല്യൂ ആഡഡ് മെത്തേഡ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് മെത്തേഡ്, അതുപോലെ എക്സ്പെൻഡിച്ചർ മെത്തേഡ്. ഈ രണ്ട് മെത്തേഡിലാണ് എന്ത് ഇന്ത്യയില് ദേശീയ വരുമാനം പ്രധാനമായും എസ്റ്റിമേറ്റ് ചെയ്തത്. ഇൻകം മെത്തേഡ് ആകെ ഉപയോഗിക്കുന്നത് ഈ പറഞ്ഞ സേവന മേഖലയിലെ ചില മേഖല മാത്രമാണ്. അതിന് കാരണമുണ്ട്. നോക്കുവാണെങ്കിൽ വെൻ വി ആർ കൺസിഡറിങ് ഇന്ത്യൻ എക്കണോമി നോക്കുകയാണെങ്കിൽ മെജോറിറ്റി ഓഫ് ദ എക്കണോമിക് ആക്ടിവിറ്റി ആർ അസോസിയേറ്റഡ് വിത്ത് ഇൻഫോർമൽ സെക്ടർ ആണ്. സോ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പ്രവർത്തനം നോക്കുമ്പോൾ ഇൻഫോർമൽ സെക്ടറിൽ വരുന്നതാണ്. എന്താണ് ഫോർമൽ ഇൻഫോർമൽ ഡിഫറൻസ്? ഫോർമൽ സെക്ടർ എന്ന് പറയുമ്പോൾ ഗവൺമെന്റിന്റെ എന്തുണ്ട്? ഡേറ്റ കാണും. സോ വെൻ ഐ എം സേയിങ് ഫോർമൽ സെക്ടർ, ഇറ്റ് മീൻസ് ദാറ്റ് ഗവൺമെന്റ് വിൽ ഹാവ് ഡേറ്റ റിഗാർഡിംഗ് വേരിയസ് ആക്ടിവിറ്റീസ് ദാറ്റ് ഈസ് ഹാപ്പനിങ് ഇൻ എ ഫേം. ഒരു ഫേമിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ, എന്തൊക്കെ സാധനങ്ങൾ വാങ്ങുന്നു, എന്തൊക്കെ സാധനങ്ങൾ വിൽക്കുന്നു, എന്തൊക്കെ നിർമ്മാണം നടക്കുന്നു എന്നതിനെ പറ്റിയെല്ലാം സർക്കാർ ഡേറ്റ ഉണ്ടെങ്കിൽ, if the government is having various datas of a firm, we can say ആ ഒരു ഫേം എന്താണ്? ഒരു ഫോർമൽ സെക്ടർ വരുന്നതാണ്. കാരണം എന്താ? അവിടെയുള്ള എംപ്ലോയീസ് ഡേറ്റ കാണും, അവിടുത്തെ ഔട്ട്പുട്ട്, ഇൻപുട്ട് ഡേറ്റ, ഇതെല്ലാം എന്താ ഗവൺമെന്റിൽ അവൈലബിൾ ആയിരിക്കും. എന്നാൽ നോക്കുമ്പോൾ ഇന്ത്യയിലുള്ള മെജോറിറ്റി ഓഫ് ദ വർക്കേഴ്സ് ആർ കറന്റ്ലി വർക്കിംഗ് അണ്ടർ ഇൻഫോർമൽ സെക്ടർ ആണ്. സോ മോർ ദാൻ 80% വർക്കേഴ്സ്, ഇന്ത്യയിലുള്ള മൊത്തം തൊഴിലാളികളിൽ 80% മേലെ ആളുകൾ, അറിഞ്ഞിരിക്കുക, ഇന്ത്യയിലുള്ള മൊത്തം തൊഴിലാളികളിൽ 80% മേലെ ആളുകൾ എവിടെ വർക്ക് ചെയ്യുന്നവരാണ്? ഇൻഫോർമൽ മേഖലയിൽ വർക്ക് ചെയ്യുന്നവരാണ്. ഇൻഫോർമൽ മേഖല എന്ന് പറയുമ്പോൾ ഗവൺമെന്റുകൾ എന്തില്ല? ഈ പറഞ്ഞ മേഖലയിലെ പ്രവർത്തനത്തെ പറ്റി ഡേറ്റ ഇല്ല. ക്ലാസിക്കൽ എക്സാമ്പിൾ അല്ലെങ്കിൽ ദ ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ് ദിസ് ഇൻഫോർമൽ സെക്ടർ പറയുമ്പോൾ ഇന്ത്യയിലെ നമ്മുടെ കേരളത്തിലുള്ള തട്ടുകടകൾ. സോ നമ്മുടെ കേരളത്തില് ലാക്സ് ആൻഡ് ലാക്സ് ഓഫ് തട്ടുകടയുണ്ട്. ഈ തട്ടുകടയിലെ പ്രവർത്തനത്തെ പറ്റി കൃത്യമായ ഡേറ്റ ഗവൺമെന്റിലുണ്ടോ? ഈ നോക്കുവാണെങ്കിൽ ലക്ഷക്കണക്കിനാണ് ഈ പറഞ്ഞ തട്ടുകടയിൽ ഒരു വർഷം വിറ്റുവര ഉണ്ടാവുന്നത്. ലക്ഷമൊന്നുമല്ല, അത് കൂടുതൽ വരും. സോ ലക്ഷക്കണക്കിന് വിറ്റുവര ഉണ്ടാവുന്നുണ്ട് ഈ പറഞ്ഞ തട്ടുകടയിൽ. സോ ലാക്സ് ഓഫ് തട്ടുകട നമ്മുടെ കേരളത്തിലുണ്ട്. ഈ പറഞ്ഞ തട്ടുകട തൊഴിലാളികളുടെ വരുമാനം, അവരുടെ ഇൻകം, എത്രമാത്രം സാധനം വിൽക്കുന്നു, അതൊന്നും എന്തില്ല, ഡേറ്റ അവൈലബിൾ അല്ല. അതുകൊണ്ട് തന്നെ വി ക്യാൻ സി ഈ പറഞ്ഞ തട്ടുകടയിലെ ആളുകളുടെ ഇൻകം എന്താണ്? എസ്റ്റിമേഷൻ പാടാണ്. സോ വി കനോട്ട് യൂസ് ഇൻകം മെത്തേഡ് ഫോർ എസ്റ്റിമേറ്റിംഗ് നാഷണൽ ഇൻകം ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ മൊത്തം ഇൻകം മെഷർ ചെയ്യുമ്പോൾ നാഷണൽ മെത്തേഡ് എന്താ? പൂർണ്ണമായിട്ട് ഉപയോഗിക്കാനായിട്ട് കഴിയില്ല. സോ അറിഞ്ഞിരിക്കുക, വി ആർ മെഷറിംഗ് നാഷണൽ ഇൻകം മെയിൻലി ബേസ്ഡ് ഓൺ ടു മെത്തേഡ്സ്. ഏതൊക്കെയാണ്? പ്രൊഡക്റ്റ് മെത്തേഡ്, അതുപോലെ ഈ പറഞ്ഞ എക്സ്പെൻഡിച്ചർ മെത്തേഡ്. ആൻഡ് പ്രൊഡക്റ്റ് മെത്തേഡ് ഇക്വേഷൻ ആണെന്ത്? GDP at market price equal to
GVA at basic price plus product tax minus product subsidy. So product tax എന്ന് പറയുമ്പോൾ it is product specific tax. ഉൽപ്പന്നത്തിന് മേലെ വരുന്ന ടാക്സ് ആണ്. പ്രൊഡക്റ്റ് സബ്സിഡി എന്ന് പറയുമ്പോൾ ഉൽപ്പന്നത്തിന് മേലെ കൊടുക്കുന്ന സബ്സിഡിയാണ്. And here you can see the real GDP and nominal GDP and real GVA and nominal GVA growth rate. So നമ്മുടെ ഇന്ത്യയിലെ റിയൽ GDP, റിയൽ GVA growth rate trend ആണ് പറയുന്നത്. And here you can see there is a gap between GVA and GDP. കണ്ടോ ഈ പച്ച കളറ്, you can see പച്ച കളറ് GVA, this is GVA. ഈ ബ്ലൂ കളറ് GDP. ഈ പറഞ്ഞ പച്ച നീല ഒരു ഗ്യാപ്പ് കണ്ടോ? there is a gap between real GVA and real GDP. ആ ഗ്യാപ്പ് എന്താണ്? ആ ഗ്യാപ്പ് ആണ് നമ്മുടെ പ്രൊഡക്റ്റ് ടാക്സ് മൈനസ് സബ്സിഡി എന്ന് പറഞ്ഞാൽ. സോ ദ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പറഞ്ഞ ടാക്സ് ആൻഡ് സബ്സിഡി കമ്പണന്റ്, അതാണെന്ത് ഈ ഗ്യാപ്പ്. അതുപോലെ ഇവിടെ നമുക്ക് കാണാം നോമിനൽ GDP, നോമിനൽ GVA, അതിന്റെ മെഷർ നോക്കുമ്പോൾ വി ക്യാൻ സി ഇവിടെ എന്തുണ്ട്? ഒരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പ് എന്താ? എന്തുകൊണ്ടാണ് മാറി നിൽക്കുന്നത്? രണ്ടും മാറി നിൽക്കാൻ കാരണം എന്താ? മാറിക്കാൻ കാരണം ഈ പറഞ്ഞ ടാക്സ് കമ്പണന്റ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ടാക്സ്, പ്രൊഡക്റ്റ് സബ്സിഡി കമ്പണന്റ് അത് വരുമ്പോ എന്താ? ഈ പറഞ്ഞ GDP കൂടി നിൽക്കും, GDP ഉയർന്നു നിൽക്കും. ഓക്കെ, സോ ദാറ്റ് ഈസ് റിഗാർഡിംഗ് the GDP via product method. Now we can see GDP measurement via expenditure method. Expenditure method വഴിയുള്ള GDP measurement ആണ്. സോ നമ്മൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഹൗസ് ഹോൾഡും ഫേമും മാത്രമല്ല, അതുകൂടാതെ എന്തുണ്ട്? there are different participants in the economy. അവിടെ ഗവൺമെന്റ് സെക്ടർ, ഫിനാൻസ് സെക്ടർ, ട്രേഡ്, അങ്ങനെ എല്ലാ മേഖലയും വരുന്നെന്ന് പറഞ്ഞു. ആൻഡ് അത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇക്വേഷൻ പറയുന്നത്. ബൈ എക്സ്പെൻഡിച്ചർ മെത്തേഡ് GDP ഈസ് ഈക്വൽ ടു C പ്ലസ് I പ്ലസ് G പ്ലസ് X മൈനസ് M. സോ ഈ ഒരു ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്യുക. സോ whenever there is a question regarding GDP in prelims and mains, you can use this equation to deduce the answer. ആൻസർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ കൺസെപ്റ്റ് നമുക്ക് ഉപയോഗിക്കാം. സോ GDP എന്താ? C പ്ലസ് I പ്ലസ് G പ്ലസ് X മൈനസ് M. ഇത് C എന്താണ്? C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് കൺസംഷൻ ആണ്. C refers to consumption. സോ കൺസംഷൻ ഓർമ്മയുണ്ടല്ലോ, നമ്മുടെ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ, ഫൈനൽ ഗുഡ്സ് ഉണ്ട്, ഇന്റർമീഡിയറ്റ് ഗുഡ്സ് ഉണ്ട്. അതില് ഇന്റർമീഡിയറ്റ് ഗുഡ്സ് ഈസ് നോട്ട് കൺസിഡേർഡ് ഫോർ മെഷറിംഗ് GDP ഓർ നാഷണൽ ഇൻകം. ഫൈനൽ ഗുഡ്സ് മാത്രമാണ് എന്ത് കൺസിഡർ ചെയ്യുന്നത്. ഈ ഫൈനൽ ഗുഡ്സില് ചില ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയാണ്? ചില ഉൽപ്പന്നം കൺസംഷൻ ഗുഡ് ആണ്, ചില ഉൽപ്പന്നം ക്യാപിറ്റൽ ഗുഡ് ആണ്. So consumption എന്ന് പറയുമ്പോൾ it mainly includes the consumer services, consumer durables and consumer non durables. നമ്മുടെ ഹൗസ് ഹോൾഡ്, നമ്മുടെ കൺസ്യൂമേഴ്സ്, നമ്മുടെ ഹൗസ് ഹോൾഡ് അല്ലെങ്കിൽ കൺസ്യൂമേഴ്സ് വാങ്ങി ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങൾ, അതാണ് എന്ത് C എന്ന് ഉദ്ദേശിക്കുന്നത്. So consumption refers to the expenditure. കൺസംഷൻ എന്ന് പറയുമ്പോൾ എന്താ? നമ്മുടെ ഹൗസ് ഹോൾഡ് ഈ പറഞ്ഞ സാധനം വാങ്ങാനായിട്ട് ചെലവാക്കുന്ന പൈസ. So this is GDP measurement via expenditure method ആണ്. എക്സ്പെൻസ് incurred by different sectors ആണ് ഇവിടെ കൺസിഡർ ചെയ്തത്. സോ C എന്ന് വെച്ചാൽ ഹൗസ് ഹോൾഡിന്റെ കൺസംഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. So the C is private final consumption expenditure എന്ന് നമുക്ക് ഒഫീഷ്യലി പറയാം. ഇൻ ഒഫീഷ്യൽ ടേംസ് C എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് പ്രൈവറ്റ് ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ. അതാണ് എന്ത്
സി ഓർ കൺസംഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി ഐ എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ്. ഐ എന്താണ്? ഇൻവെസ്റ്റ്മെന്റ്. സോ ഐ മീൻസ് ഇൻവെസ്റ്റ്മെന്റ്. ദിസ് മെയിൻലി റെഫേഴ്സ് ടു ദ ക്രിയേഷൻ ഓഫ് ക്യാപിറ്റൽ ഗുഡ്സ് പറയാം, അല്ലെങ്കിൽ ഫിക്സ്ഡ് ഇൻവെസ്റ്റ്മെന്റ് ഫോർ എ ബിസിനസ് ഓഫ് എ ബിസിനസ്. അതുപോലെ ഹൗസ് ഹോൾഡ് നടത്തുന്ന ഇൻവെസ്റ്റ്മെന്റ്, കൺസ്ട്രക്ഷൻ ഇൻവെസ്റ്റ്മെന്റ്, ലൈക്ക് ഒരു വീട് വെക്കുന്നു, അതെന്താണ്? ഇൻവെസ്റ്റ്മെന്റ് ഉൾപ്പെടുത്താം. അതുപോലെ പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ്, നമ്മുടെ സ്വകാര്യ കമ്പനി നടത്തുന്ന ഇൻവെസ്റ്റ്മെന്റ്. സോ ഐ മീൻസ് ഇൻവെസ്റ്റ്മെന്റ് ആണ്, അല്ലെങ്കിൽ ക്രിയേഷൻ ഓഫ് ക്യാപിറ്റൽ ഗുഡ്സ് ആണ്. സോ ഐ മീൻസ് ക്രിയേഷൻ ഓഫ് ക്യാപിറ്റൽ ഗുഡ്സ്. സോ റെസിഡൻഷ്യൽ കൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? റിയൽ എസ്റ്റേറ്റ് ആണ്, നമ്മുടെ റിയൽ എസ്റ്റേറ്റ്. സോ വി ക്യാൻ സി ഐ മീൻസ് ഇൻവെസ്റ്റ്മെന്റ്. നമ്മുടെ കമ്പനികൾ, നമ്മുടെ ഇന്ത്യയിലെ കമ്പനികളുടെ ഇൻവെസ്റ്റ്മെന്റ്. ആൻഡ് ഒഫീഷ്യലി ഇറ്റ് ഈസ് കോൾഡ് ആസ് ഗ്രോസ് ഫിക്സഡ് ക്യാപിറ്റൽ formation. Gross fixed capital formation. Gross fixed capital formation. അതാണ് എന്ത്? ഐ എന്ന് പറഞ്ഞാൽ. സോ അതായത് നമ്മുടെ കമ്പനികളുടെ എല്ലാം ഇൻവെസ്റ്റ്മെന്റ്. വാട്ട് ഈസ് ദ ക്യാപിറ്റൽ ഗുഡ്സ് വിച്ച് ഈസ് ക്രിയേറ്റഡ് ഇൻ ദ എക്കണോമി. ദെൻ ജി എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ. സോ നമ്മൾ നോക്കുക, നമ്മുടെ എക്കണോമിയിൽ ഫൈനൽ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്തു. നമ്മുടെ എക്കണോമിയിൽ ഫൈനൽ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്തു. ഫൈനൽ ഗുഡ്സിനകത്ത് കൺസംഷൻ ഗുഡും ഉണ്ട്, അതുപോലെ ക്യാപിറ്റൽ ഗുഡ് ഉണ്ട്, അല്ലേ? സോ കൺസംഷൻ ഗുഡ് ആരാ കൺസ്യൂം ചെയ്യുന്നത്? ഹൗസ് ഹോൾഡ് ആണ്. സോ ഹൗസ് ഹോൾഡ് അവിടെ എന്ത് ചെയ്യുന്നു? കൺസംഷൻ ഗുഡ് വാങ്ങാൻ വേണ്ടിയിട്ട് പൈസ ചെലവാക്കുന്നു. ഇനി ക്യാപിറ്റൽ ഗുഡ് ആരൊക്കെ വാങ്ങാം? ബൈ ഫേംസ് വാങ്ങാം, അതുപോലെ ഗവൺമെന്റ് വാങ്ങാം. നമ്മുടെ ഗവൺമെന്റ് എന്ത് ചെയ്യാറുണ്ട്? ഗവൺമെന്റും ക്യാപിറ്റൽ ഗുഡ്സ് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. ഗവൺമെന്റ് ഈസ് ആൾസോ ക്രിയേറ്റിംഗ് ക്യാപിറ്റൽ ഗുഡ്സ്. നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് ക്യാപിറ്റൽ ഗുഡ്സ് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. സോ ഈ പറഞ്ഞ ക്യാപിറ്റൽ ഗുഡ്സ് ബോത്ത് ഗവൺമെന്റ് ആൻഡ് പ്രൈവറ്റ് പാർട്ടീസ് യൂസ് ടു പർച്ചേസ്. സോ അതെന്താ? അവരുടെ എക്സ്പെൻസിലാണ് വരുന്നത്. അവരാണെന്ത്? ക്യാപിറ്റൽ ഗുഡ്സ് വാങ്ങിയിട്ട് വീണ്ടും ഉൽപാദനത്തിന് ഉപയോഗിക്കുന്നത്. സോ ജി മീൻസ് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ ആണ്. നമ്മുടെ ഗവൺമെന്റ് എത്ര പൈസ നമ്മുടെ വിപണിയിൽ ചെലവാക്കുന്നു. അത് ക്യാപിറ്റൽ ഗുഡ് വാങ്ങാൻ മാത്രമല്ല, ഗവൺമെന്റ് ക്യാപിറ്റൽ ഗുഡ് വാങ്ങാൻ മാത്രമല്ല, അതല്ലാതുള്ള പ്രവർത്തനം ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്? പൈസ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ഫോർ സോഷ്യൽ വെൽഫെയർ മെഷേഴ്സ്, നമ്മുടെ സോഷ്യൽ വെൽഫെയർ മെഷേഴ്സിന് വേണ്ടി ഗവൺമെന്റ് എന്താ പൈസ ചെലവാക്കാം, അല്ലേ? സോ government expenditure includes the expenditure incurred by the government for production ആണ്. സോ നമ്മുടെ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ നമ്മുടെ സർക്കാർ നിർമ്മാണത്തിന് എയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, എക്കണോമിക് ആക്ടിവിറ്റി എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് എടുക്കുന്ന ചെലവുകളാണ്. ആൻഡ് അതിനകത്ത് നോക്കുവാണെങ്കിൽ ഇറ്റ് ഡസ് നോട്ട് ഇൻക്ലൂഡ് ദ ട്രാൻസ്ഫർ പേയ്മെന്റ് എന്ന് അറിഞ്ഞിരിക്കുക. അതായത് നമ്മുടെ ഗവൺമെന്റ് കൊടുക്കുന്ന സോഷ്യൽ വെൽഫെയർ പെൻഷൻസ്, സർക്കാർ കൊടുക്കുന്ന സോഷ്യൽ വെൽഫെയർ പെൻഷൻസ് അതൊന്നും എത്തിയത്തില്ല, അതിൽ ഇൻക്ലൂഡ് ചെയ്യത്തില്ല. സോ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ എന്തിനാ ഇൻക്ലൂഡ് ചെയ്യുന്നത്? ഓൺലി ദോസ് എക്സ്പെൻഡിച്ചർ ഇൻകർഡ് ബൈ ദ ഗവൺമെന്റ് ഫോർ പ്രൊഡക്ഷൻ പ്രോസസ്. പ്രൊഡക്ഷൻ എയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, നിർമ്മാണത്തിന് എയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു എക്കണോമിക് ആക്ടിവിറ്റി എയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ചെലവാക്കുന്ന പൈസ, അതാണ് ഇവിടെ വരുന്നത് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ വരുന്നത്. അല്ലാതെ പെൻഷൻ കൊടുക്കുന്നു, സർക്കാർ ഇപ്പൊ പെൻഷൻ കൊടുക്കുകയാണ്, സാമൂഹിക പെൻഷൻ കൊടുക്കുന്നു, അല്ലെങ്കിൽ സ്കോളർഷിപ്പ് കൊടുക്കുന്നു, അതൊന്നും ഇതില്ല, ഈ പറഞ്ഞ എക്സ്പെൻഡിച്ചറിനകത്ത് ഇൻക്ലൂഡ് ചെയ്യില്ല. കാരണം എന്താ? അത് നിർമ്മാണത്തിന് എയ്ഡ് ചെയ്യുന്നില്ല. കാരണം ഈ പറഞ്ഞ പെൻഷൻ കൊടുക്കുക എന്ന് പറയുമ്പോൾ, സർക്കാർ പെൻഷൻ കൊടുക്കുക എന്ന് പറയുമ്പോൾ ആളുകൾ സർക്കാരിനോട് എന്തുന്നില്ല, വർക്ക് ചെയ്യുന്നില്ല,
ദേ ആർ നോട്ട് വർക്കിംഗ്. ഗവൺമെന്റ് ജീവനക്കാരല്ല പറഞ്ഞ കേട്ടോ, അല്ലാതെ സാമൂഹ്യ പെൻഷനാ പറയുന്നത്. ഇപ്പം കേരളത്തില് 1600 രൂപ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്? സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുക്കുന്നുണ്ട്. ആൻഡ് ഈ 1600 രൂപ ഗവൺമെന്റ് സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുക്കുമ്പോൾ ദീസ് പീപ്പിൾ ആർ നോട്ട് വർക്കിംഗ് ഫോർ ഗവൺമെന്റ്. സർക്കാരിന്റെ എംപ്ലോയീസ് അല്ല. ആസ് എ പാർട്ട് ഓഫ് വെൽഫെയർ ആണ് ഗവൺമെന്റ് എന്ത് 1600 രൂപ കൊടുക്കുന്നത്. ഒരു നിർമ്മാണത്തിൽ പങ്കെടുത്തതിന് ഭാഗമായി കൊടുക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ആ ചില എന്ത് ചെയ്യത്തില്ല, ഇതില് ഇൻക്ലൂഡ് ചെയ്യില്ലെന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ നെറ്റ് എക്സ്പോർട്ട്, അതായത് എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. സോ വൈ വി ആർ കൺസിഡറിങ് നെറ്റ് എക്സ്പോർട്ട്? അതിന് കാരണം നമ്മുടെ ഇന്ത്യയിൽ 100 കിലോ അരി നിർമ്മിച്ചെന്ന് വിചാരിക്കും. 100 കിലോ അരി നിർമ്മിച്ചു. ഈ എൻ്റെ 100 കിലോ അരിയും ഇന്ത്യക്കാർ കഴിക്കണമെന്നില്ല. സപ്പോസ് ഇന്ത്യയില് 80 കിലോ അരി നമ്മൾ എന്ത് ചെയ്തു? കൺസ്യൂം ചെയ്തു. ബാക്കി 20 കിലോ നമ്മൾ എന്ത് ചെയ്തു? എക്സ്പോർട്ട് ചെയ്തു. സോ വെൻ വി മെഷർ GDP via product method, സോ എന്താ പറഞ്ഞേ? ഇന്ത്യയില് 100 കിലോ റൈസ് നിർമ്മിച്ചു. ആൻഡ് ആ 100 കിലോയില് 80 കിലോ എന്താണ്? പ്രൈവറ്റ് ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ, അല്ലെങ്കിൽ സി എന്ന കമ്പണന്റ് ആണ്. പിന്നെ 20 കിലോ എന്ത് ചെയ്തു? നമ്മള് എക്സ്പോർട്ട് ചെയ്തു. സോ വേറെ ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, അരി മാത്രമേ ഉള്ളെന്ന് വിചാരിക്കുക. നമ്മുടെ കൺട്രിയിൽ അരി മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ, വേറെ ഒരു ഉൽപ്പന്നമില്ല. ആൻഡ് നമ്മള് GDP വയ പ്രൊഡക്റ്റ് മെത്തേഡ് മെഷർ ചെയ്യുമ്പോൾ നമുക്കറിയാം GDP at market price equal to GVA at basic price plus product tax minus product subsidy ആണ് ഇക്വേഷൻ. ആ ഇക്വേഷൻ വെച്ച് നമുക്ക് കിട്ടും GDP at market price equal to 100 kg റൈസിന്റെ മാർക്കറ്റ് പ്രൈസ്, ആരും കിട്ടുന്ന വാല്യൂ. സപ്പോസ് 1 കിലോ അരിക്ക് 10 രൂപയാണ്. സോ എത്ര വരും? 1000 രൂപയായിരിക്കും GDP വാല്യൂ. പക്ഷെ നോക്കുക, നമ്മുടെ ഹൗസ് ഹോൾഡ് 80 കിലോ മാത്രമേ എന്ത് ചെയ്തുള്ളൂ? ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളൂ. സോ എക്സ്പെൻഡിച്ചർ, നമ്മുടെ GDP വയ എക്സ്പെൻഡിച്ചർ മെത്തേഡ് വരുമ്പോ എന്ത് വരും? C+I+G+X-M വരുമ്പോ നമുക്ക് കാണാൻ കഴിയും സി എന്താണ്? സി ഈസ് 80 kg ഇൻറ്റു 10, 800 വന്നു. ഐയും ജി ഒന്നും പറയുന്നില്ല, കൺസിഡർ ചെയ്യുന്നില്ല. സോ 800 വന്നു. ആസ് പെർ അവർ അസംഷൻ, ഇൻകം മെത്തേഡ് ആയാലും പ്രൊഡക്റ്റ് മെത്തേഡ് ആയാലും എക്സ്പെൻഡിച്ചർ മെത്തേഡ് ആയാലും GDP വാല്യൂ എന്തായിരിക്കണം? തുല്യമായിരിക്കണം. ഇവിടെ എന്താണ് തുല്യമാവാത്തെ? കാരണം നമ്മൾ ഇന്ത്യ പ്രൊഡ്യൂസ് ചെയ്ത ഐറ്റം 20 കിലോ നമ്മൾ എന്ത് ചെയ്തു? എക്സ്പോർട്ട് ചെയ്തു. സോ ദാറ്റ് എക്സ്പെൻഡിച്ചർ ഈസ് നോട്ട് ഹാപ്പനിങ് ഇൻ ഇന്ത്യ. ഇന്ത്യക്കകത്തല്ല ആ ഉൽപ്പന്നം വിറ്റു പോകുന്നത്. പക്ഷെ എന്താ? ഉൽപ്പാദിപ്പിക്കപ്പെട്ടത് എവിടാണ്? ഇന്ത്യയിലാണ്. നമ്മൾ പറഞ്ഞു GDP ഈസ് മോർ ടെറിട്ടറി സ്പെസിഫിക് ആണ്. എവിടെ നിർമ്മാണം നടന്നു എന്ന് GDP നോക്കാറുണ്ട്. നടന്ന എവിടാണ്? ഇന്ത്യക്കകത്താ. സോ GDP ഈസ് മോർ ടെറിട്ടറി സ്പെസിഫിക്. സോ വി ക്യാൻ സി ഈ ഐറ്റം പ്രൊഡ്യൂസ് ചെയ്തത് എവിടാ? ഇന്ത്യയിലാ. അവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഈ പറഞ്ഞ എക്സ്പോർട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. സോ ഇവിടെ ഇമ്പോർട്ട് ഒന്നും കൺസിഡർ ചെയ്യുന്നില്ല. എക്സ്പോർട്ട് എത്ര? 20 ഇൻറ്റു 10 എത്ര വരും? 800 പ്ലസ് 200 എത്ര വരുന്നു? 1000 രൂപ വരുന്നു. അതായിരിക്കും എന്ത്? ഈ പറഞ്ഞ GDP വയ എക്സ്പെൻഡിച്ചർ അത്. ഇനി പറയട്ടെ, നമ്മുടെ ഹൗസ് ഹോൾഡ് നോക്കുക, 80 കിലോ അരി വാങ്ങിച്ചു. 80 കിലോ അരി വാങ്ങിച്ചു. ഇതിനൊപ്പം തന്നെ ദേ ഹാഡ് കൺസ്യൂംഡ് ആപ്പിൾ ഫ്രം അമേരിക്ക. അമേരിക്കയിൽ നിന്ന് 10 കിലോ ആപ്പിള് ഹൗസ് ഹോൾഡ് എന്ത് ചെയ്തു? കൺസ്യൂം ചെയ്തു. സോ നമ്മുടെ ഇക്വേഷൻ വരും C+I+G+X-M എന്ന് പറയുമ്പോൾ 80 കിലോ അരിയുടെ വില. സോ 80 കിലോ അരിക്ക് 800 രൂപയാണ്. സോ അവര് പൈസ ചെലവാക്കിയത് 80 കിലോ അരി വാങ്ങാനും അതുപോലെ 10 കിലോ ആപ്പിൾ വാങ്ങാനുമാണ്.
10 കിലോ ആപ്പിളിന്റെ വില സപ്പോസ് 1 കിലോ ആപ്പിളിന് വില 10 രൂപ എന്ന് വിചാരിച്ചു. 10 കിലോ ആപ്പിളിന് വില 100 രൂപ. ദെൻ ഐ ഇല്ല, ജി ഇല്ല, എക്സ് മൈനസ് എം. എക്സ് മൈനസ് എന്ന് പറയുമ്പോ ഇമ്പോർട്ട് എക്സ്പോർട്ട് എത്രയാണ്? 200. ഇമ്പോർട്ട് എത്ര ഇവിടെ? 100. കാരണം വി ആർ ഡിഡക്റ്റിംഗ് ഇമ്പോർട്ട്. അതിന് കാരണം എന്താ? ഈ പറഞ്ഞ 100 രൂപ, 10 × 10 എന്ന് പറഞ്ഞാൽ 100 രൂപ, ദാറ്റ് ഈസ് ആപ്പിളിന്റെ വാല്യൂ ആണ്. ആൻഡ് ആപ്പിളിന്റെ ഈ 100 രൂപ ഹൗസ് ഹോൾഡ് കൺസ്യൂം ചെയ്ത ആപ്പിളിന്റെ 100 രൂപ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ GDP ഇൻക്ലൂഡ് ചെയ്യില്ല. അതിന് കാരണം എന്താ? ദ ഏരിയ ഓഫ് പ്രൊഡക്ഷൻ ഈസ് അമേരിക്കയാണ്. അമേരിക്കയിൽ ഉത്പാദിപ്പിച്ചാണ് എന്ത്? ഈ 100 രൂപയുടെ ആപ്പിൾ. ഈ 100 രൂപയുടെ ആപ്പിൾ അമേരിക്കയിൽ ഉത്പാദിപ്പിച്ചാണ്. പക്ഷെ എന്താ? ഈവൻ ദോ ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ അമേരിക്ക, ഇറ്റ് ഈസ് ഇൻക്ലൂഡ് ഇൻ കൺസംപ്ഷൻ ഓഫ് ഹൗസ് ഹോൾഡ്. കാരണം ഹൗസ് ഹോൾഡ് വാങ്ങിച്ചില്ലേ? ഹൗസ് ഹോൾഡ് ചെലവിനകത്ത് എന്തുണ്ട്? ഈ പറഞ്ഞ 100 രൂപയുണ്ട്. ഈവൻ ദോ ദ ആപ്പിൾ ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ അമേരിക്ക, അമേരിക്കയിലാണ് ആപ്പിള് നിർമ്മിച്ചത്. പക്ഷേ ഈ പറഞ്ഞ ഹൗസ് ഹോൾഡ് എന്ത് ചെയ്തു? ഈ ആപ്പിൾ ഉപയോഗിച്ചു. ഹൗസ് ഹോൾഡ് ഈ ആപ്പിള് കൺസ്യൂം ചെയ്തു. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണം? അതുകൊണ്ട് ദാറ്റ് നീഡ് ടു ബി ഡിഡക്റ്റഡ്. ഇപ്പൊ ഇത് കുറച്ചിലായിരുന്നെങ്കിലോ? ഇത് കുറച്ചിലായിരുന്നെങ്കിൽ എത്ര വരും? 800 + 100 + 200 എത്ര വരും? 1100 വാല്യൂ വന്നേനെ. ശരിയാണോ? അല്ല, 1100 ഇവിടെ 1000 ആണ്. 1100 1000 തുല്യമല്ല. സോ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? We need to deduct the imported items value. കാരണം എന്താ? These are the items which are produced outside India's territory. ഇന്ത്യക്ക് പുറത്താണ് നിർമ്മാണം നടന്നത്. സോ അതുകൊണ്ട് എന്ത് ചെയ്യും? ആ വാല്യൂ നമ്മൾ കുറയ്ക്കും. സോ GDP വയ എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്ന് പറയുമ്പോൾ C + I + G + X - M. C means consumption, I means investment, G means government expenditure, X - M means net export. സോ ഒരു ചോദ്യം വരാം. ഞാൻ ഇത് എടുക്കാൻ കാരണം ഒരു ചോദ്യം പറയാണ്, how can we improve the economic growth in a country? ഒരു കൺട്രിയുടെ സാമ്പത്തിക വളർച്ച നമുക്ക് എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നൊരു ചോദ്യം വരികയാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് എഴുതാം. We know that GDP is equal to C + I + G + X - M ആണ്. So C refers to consumption, I refers to investment, G refers to government expenditure and export. So if we can increase the consumption expenditure of India, ഇന്ത്യയിലെ ഹൗസ് ഹോൾഡുകളുടെ കൺസംഷൻ വർദ്ധിപ്പിക്കുക, അതുപോലെ ഇന്ത്യയിലെ ക്രിയേഷൻ ഓഫ് ക്യാപിറ്റൽ ഗുഡ്സ് വർദ്ധിപ്പിക്കുക, ഇന്ത്യയിലെ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ എന്ത് ചെയ്യുക? വർദ്ധിപ്പിക്കുക. എന്ത് ചെയ്യാം? നമുക്ക് GDP ഗ്രോത്ത് ഉണ്ടാക്കാം. അതൊരു ചോദ്യം വരികയാണ്, വാട്ട് ഈസ് ദ റോൾ ഓഫ് ഗവൺമെന്റ് ഇൻ പ്രൊമോട്ടിങ് GDP ഓഫ് എ കൺട്രി? ഒരു കൺട്രിയുടെ GDP ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുന്നതിൽ സർക്കാരിന്റെ റോൾ എന്താണ് എന്ന ചോദ്യം വരികയാണ്. നമുക്ക് കാണാൻ കഴിയും, ഗവൺമെന്റ് അല്ലെങ്കിൽ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ ഈസ് എ മെയിൻ കമ്പണന്റ് ഇൻ GDP. ഈ GDP-യിലെ ഒരു മെയിൻ കമ്പണന്റ് എന്താ? സർക്കാരിന്റെ എക്സ്പെൻഡിച്ചർ ആണ്. സോ ഗവൺമെന്റ് ഈസ് കണ്ടക്ടിങ് വേരിയസ് ഇൻഫ്രാസ്ട്രക്ചർ ആക്ടിവിറ്റീസ്, വേരിയസ് അസറ്റ് ബിൽഡിംഗ് ആക്ടിവിറ്റീസ്. സോ ഗവൺമെന്റ് എന്ത് ചെയ്യാം? നമ്മുടെ എക്കണോമിക് ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാം, എക്കണോമിക് ഗ്രോത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാം. സോ ഗവൺമെന്റ് റോള് ചോദിക്കുമ്പോൾ വി ക്യാൻ യൂസ് ദിസ് ഇക്വേഷൻ ഫോർ റൈറ്റിംഗ് ദ റോൾ ഓഫ് ഗവൺമെന്റ്. എന്നിട്ട് എന്ത് ചെയ്യാം? ഈ ഇക്വേഷൻ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? സർക്കാരിന്റെ റെലവൻസ്, ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയുള്ള സർക്കാരിന്റെ റോൾ നമുക്ക് ഡിഫൈൻ ചെയ്യാം. അതുപോലെ ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞിരുന്നു, ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതാണ്, ഇന്ത്യ ഈസ് ദ 5th ലാർജസ്റ്റ് എക്കണോമിയാണ്. $3.73 trillion ഒക്കെയാണ് ഇന്ത്യയുടെ ആസ്തി. GDP സൈസ് എന്ന് പറഞ്ഞ. അപ്പൊ ഞാൻ പറഞ്ഞൊരു കാര്യം ഞാൻ പറയാനുണ്ട്, എന്തുകൊണ്ടാണ് ഇന്ത്യക്ക് ഇത്ര ഉയർന്ന ഗ്രോത്ത് എന്ന് ഓർമ്മയുണ്ടോ? എന്തുകൊണ്ട്? അത് ഞാൻ പിന്നെ പറയാന്ന് പറഞ്ഞു. നോക്കുവാണെങ്കിൽ ഇന്ത്യൻ എക്കണോമി ഈസ് ഗ്രോയിങ് നോട്ട് ജസ്റ്റ് ബിക്കോസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഗ്രോത്ത്. ക്രിയേഷൻ ഓഫ് ക്യാപിറ്റൽ ഗുഡ്സ് കൂടുന്നതുകൊണ്ടല്ല പ്രധാനമായും ഇന്ത്യ വളരുന്നത്. The main reason or the main driving force
behind India's growth is consumption ആണ്. സോ ഇന്ത്യൻ ജി ഡി പിയില് ഇന്ത്യയുടെ ജി ഡി പിയില് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സെക്ടർ നോക്കുകയാണെങ്കിൽ കൺസംഷൻ ആണ്. സോ more than 50% of India's GDP is contributed by consumption. അർത്ഥം എന്താണ്? ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ എന്ത് ചെയ്യുക? നമ്മൾ തന്നെ കഴിക്കുക. സോ വി ആർ എ കൺസംഷൻ ഡ്രിവൺ എക്കണോമി എന്നറിഞ്ഞിരിക്കുക. സോ എന്താ മീൻ ചെയ്യുന്നത്? whatever goods we are producing in India, we are consuming majority of the goods. ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങളും സേവനങ്ങളും നോക്കുമ്പോൾ അതിന്റെ മെജോറിറ്റി നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ തന്നെ കൺസ്യൂം ചെയ്യുക. 50% നമ്മൾ തന്നെ കൺസ്യൂം ചെയ്യുക. സോ വി ക്യാൻ സേ ഇന്ത്യ എന്താണ്? ഇന്ത്യ ഒരു കൺസംഷൻ ഡ്രിവൺ എക്കണോമിയാണ് എന്ന് നോട്ട് ചെയ്യുക. സോ യു ഹാവ് ടു നോട്ട് ചെയ്യുക. ഇന്ത്യ എന്താണ്? കൺസംഷൻ ഡ്രിവൺ എക്കണോമിയാണ്. സോ യു മേ സീ ന്യൂസ്. നിങ്ങൾ വാർത്ത വായിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും, ഈ ഒരു ടേം കാണാം, കൺസംഷൻ ഡ്രിവൺ എക്കണോമിയാണ് ഇന്ത്യ. സോ ഒരു ചോദ്യം വരാം, വൈ ഇന്ത്യ is called as a consumption driven economy? അതിന് കാരണം എന്താ? നമ്മുടെ ജി ഡി പി നോക്കുകയാണെങ്കിൽ എക്സ്പെൻഡിച്ചർ മെത്തേഡ് വഴിയുള്ള ജി ഡി പിയുടെ വാല്യൂസ് നോക്കുമ്പോൾ വി കുഡ് സി ഇന്ത്യൻ ജി ഡി പിയിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന മേഖല ഹൗസ് ഹോൾഡ് കൺസംഷൻ ആണ്, പ്രൈവറ്റ് ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ആണ്. സോ ദാറ്റ് ഈസ് ഡ്രൈവിംഗ് ദ ഇന്ത്യൻ എക്കണോമി. IMGO ഒക്കെ ഉണ്ടെങ്കിൽ പോലും മെജോറിറ്റി ഓഫ് ദ മേഖലയും മെജോറിറ്റി ഓഫ് ദ ജി ഡി പിയും ഡ്രൈവ് ചെയ്യുന്ന ആരാ? സി ആണ്. സോ കോവിഡ് കാലത്ത് 2020-21 കാലത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ഇന്ത്യയിലെ ജി ഡി പി ചുരുങ്ങാൻ കാരണം എന്താണ്? ചുരുങ്ങാൻ കാരണം കൺസംഷൻ കുറഞ്ഞു. ഹൗസ് ഹോൾഡ് കൺസംഷൻ, ഹൗസ് ഹോൾഡ് എക്സ്പെൻഡിച്ചർ എന്ത് ചെയ്തു? കുറഞ്ഞു. സോ ഇത് പറഞ്ഞാൽ എന്തായിരുന്നു? ഇൻവെസ്റ്റ്മെന്റ് ഇൻ ക്യാപിറ്റൽ ഗുഡ്സ് അല്ലേ? ക്യാപിറ്റൽ ഗുഡ്സ് കുറഞ്ഞു, സി കുറഞ്ഞു, എക്സ്പോർട്ട് കുറഞ്ഞു, ഇതെല്ലാം റിഡ്യൂസ് ചെയ്തു. സോ അതാണ് എന്ത്? ജി ഡി പി ഗ്രോത്ത് കുറയാൻ കാരണം. ഓക്കെ, സോ ദിസ് ഈസ് ഹൗ വി ഡിഫൈൻ ജി ഡി പി ഇൻ ടേംസ് ഓഫ് income, expenditure and output method. So now we are going to discuss the concept of business cycle. Business cycle എന്താ നമുക്ക് നോക്കാം. ഇതുവരെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? Any doubt till now? ഉണ്ടോ? ഹലോ പറഞ്ഞോളൂ. സാർ റിലവന്റ് ആണോന്ന് അറിയില്ല, ഞാനൊരു ഡൗട്ട് ചോദിക്കുക. ഈ സേവിങ്സ്, ഹൗസ് ഹോൾഡിന്റെ സേവിങ്സ് അപ്പം എവിടേക്കാണ് ശരിക്കും? ഹൗസ് ഹോൾഡ് സേവിങ്സ് ഇൻവെസ്റ്റ്മെന്റ് വരും. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, ഇത് ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞാണ്. ഹൗസ് ഹോൾഡ് സേവിങ്സ് ആണെന്ത്? ഇൻവെസ്റ്റ്മെന്റ് ആയി കൺവേർട്ട് ചെയ്യുന്നത്, നമ്മുടെ ക്രിയേഷൻ ഓഫ് ക്യാപിറ്റൽ ഗുഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അന്ന് ഞാൻ ഗ്രോസ് ഡൊമസ്റ്റിക് സേവിങ്സ് പറഞ്ഞിട്ട് ഒരു ഗ്രാഫ് കാണിച്ചായിരുന്നല്ലോ. 29% ആണ് ഇന്ത്യയുടെ സേവിങ്സ് എന്ന് പറഞ്ഞാൽ. അതാണെന്ത്? ഇന്ത്യയിൽ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഓർമ്മയില്ലേ? സോ ഡൊമസ്റ്റിക് സേവിങ്സ് നോക്കുവാണെങ്കിൽ ഇന്ത്യൻ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന മറ്റൊരു ഫാക്ടർ എന്താ? ഡൊമസ്റ്റിക് സേവിങ്സ് ആണ്. സോ ഡൊമസ്റ്റിക് സേവിങ്സ് അതാണെന്ത്? ഇന്ത്യയിലെ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. സോ ഡൊമസ്റ്റിക് സേവിങ്സ് ഹാസ് ദ പൊട്ടൻഷ്യൽ to convert into investment അല്ലെങ്കിൽ to convert into capital goods formation. Capital goodsന്റെ ഫോർമേഷൻ കാരണം വന്നത് ഡൊമസ്റ്റിക് സേവിങ്സ് ആണ്. ഓക്കെ, വെരി ഗുഡ്. ഡൗട്ട് വേറെ എന്തെങ്കിലും ഉണ്ടോ? എനി ഡൗട്ട്? ഇല്ല. അതിൽ പറയട്ടെ, ഞാൻ സ്ലൈഡിൽ കുറെ കണ്ടിട്ടുണ്ട്. ഞാൻ മറ്റേ വൈറ്റ് ബോർഡ് വെക്കുമ്പോൾ ഐ മേ നോട്ട് ബി ഷോയിങ് യൂസ് ദിസ് സ്ലൈഡ്. സോ നിങ്ങൾക്ക് സ്ലൈഡ് പിന്നെ കിട്ടുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ സ്ലൈഡ് കാണിക്കാത്തതല്ല, ഞാൻ സ്ലൈഡിൽ
കണ്ടന്റ് കാണിക്കാത്തത്. സോ ഞാൻ പറയുന്ന കാര്യം തന്നെ സ്ലൈഡിലുണ്ട്. കുറച്ച് ലേബറേറ്റ് ആണെന്നേ ഉള്ളൂ. ഞാൻ പറയുന്നത്. സോ സ്ലൈഡിൽ ആവശ്യമുള്ള കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. സോ യു ക്യാൻ റീഡ് ദ സ്ലൈഡ് ക്ലിയർ. So now we are going to discuss business cycle. Concept of business cycle in national income of a country. National income growth of a country. Concept of business cycle in national income growth of a country. So business cycle is mainly used to assess. പൊതുവെ പറയുകയാണെങ്കിൽ business cycle is mainly used to assess the performance or the production in a business. ഒരു ബിസിനസ് ഫേമിലുള്ള നിർമ്മാണ ട്രെൻഡ് അല്ലെങ്കിൽ അവിടുത്തെ പെർഫോമൻസ് ട്രെൻഡ് ഇതൊക്കെ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സൈക്കിളാണെന്ത് ബിസിനസ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ. സൈക്കിൾ എന്ന് വെച്ചാൽ മറ്റേ ചവിട്ടുന്ന സൈക്കിൾ അല്ല, ഗ്രാഫ് ആണ്. ഇറ്റ് ഇസ് എ ഗ്രാഫിക്കൽ representation. It is a graphical representation of trend or performance of business or production in a firm. ഒരു ഫേമിലുള്ള പെർഫോമൻസ് അല്ലെങ്കിൽ ആ ഫേമിന്റെ പെർഫോമൻസ് അല്ലെങ്കിൽ അതിന്റെ ബിസിനസ് പ്രൊഡക്ഷൻ അതിനൊരു ട്രെൻഡ് പറയുന്ന ഒരു ഗ്രാഫാണ് ഈ പറഞ്ഞ ബിസിനസ് സൈക്കിൾ. ആൻഡ് വി ആർ യൂസിങ് ദിസ് ബിസിനസ് സൈക്കിൾ ഇൻ നാഷണൽ അക്കൗണ്ടിങ് ആൾസോ. ദേശീയ വരുമാനം എസ്റ്റിമേറ്റ് ചെയ്യുമ്പോഴും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഈ ബിസിനസ് സൈക്കിള് യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് ഇത് പറയുന്നത് ഒരു കൺട്രിയുടെ ഗ്രോത്ത് എങ്ങനെയായിരിക്കും പോകുന്നതാണ് പറയുന്നത്. സോ ദിസ് സൈക്കിൾ ഈസ് മെയിൻലി മെൻഷനിങ് ഹൗ എ കൺട്രി ഈസ് പ്രോഗ്രസിങ് ഇൻ ദ പ്രോഗ്രസിങ്. എങ്ങനെയാണ് ഒരു കൺട്രി പ്രോഗ്രസ് ചെയ്യുന്നത്, കൺട്രി എങ്ങനെ വളരുന്നു, അല്ലെങ്കിൽ ഒരു കൺട്രി എങ്ങനെ ഗ്രോത്ത് അച്ചീവ് ചെയ്യുന്നു, അതാണ് പറയുന്നത്. സോ ദിസ് സൈക്കിൾ ഈസ് സെയിങ് ദാറ്റ് ഇനിഷ്യലി ഒരു കൺട്രി എന്ത് ചെയ്യും, ഇനിഷ്യലി ഒരു കൺട്രിയിൽ വി ക്യാൻ സീ ദർ ഈസ് ആൻ ഇൻക്രീസ് ഇൻ ഗ്രോത്ത്. തുടക്കകാലത്ത് ഒരു കൺട്രിയിൽ നിന്ന് ഒരു ഇൻക്രീസ് ഇൻ ഗ്രോത്ത് കാണാം. ആൻഡ് ഈ ഗ്രോത്ത് കൂടിക്കൂടി ദിസ് ഗ്രോത്ത് ഓർ ദിസ് കൺട്രി വിൽ അച്ചീവ് എ റാപ്പിഡ് എക്കണോമിക് എക്സ്പാൻഷൻ. സോ തുടക്കകാലത്ത് ഒരു കൺട്രിയിൽ ഗ്രോത്ത് കാണും. ആ ഗ്രോത്ത് കൂടിക്കൂടി the country will achieve a rapid economic expansion. അതിനുശേഷം after this expansion this growth will slowly starts to decline. എന്ത് ചെയ്യും, ആ ഗ്രോത്ത് പയ്യനെ താഴോട്ട് ഡിക്ലൈൻ ചെയ്യും. അങ്ങനെ ഡിക്ലൈൻ ചെയ്ത് we can see this growth will enter into a negative phase. ഒരു നെഗറ്റീവ് ഫേസിലേക്ക് കടക്കും. അതായത് ഗ്രോത്ത് എന്ത് ചെയ്യുന്നു, നെഗറ്റീവ് ഗ്രോത്ത് ആയിട്ട് മാറുന്നു. ആൻഡ് അതിനുശേഷം ഇഫ് വി ആർ നോട്ട് അഡ്രസ്സിങ് ദാറ്റ് നെഗറ്റീവ് ഗ്രോത്ത്, ഒരു കൺട്രിയുടെ നെഗറ്റീവ് ഗ്രോത്ത് നമ്മൾ അഡ്രസ് ചെയ്യുന്നില്ല എങ്കിൽ എന്തുണ്ടാവും, ഈ പറഞ്ഞ ഗ്രോത്ത് വിൽ പ്ലം. അതെന്ത് ചെയ്യും, ഇടിയും. ഗ്രോത്ത് ഏറ്റവും താഴേക്ക് നിലം പതിക്കും. ആൻഡ് after entering into this slum or after entering into this trough, ഈ ട്രഫിലെത്തിയ ശേഷം എന്ത് ചെയ്യുന്നു, ഈ എക്കണോമി ബിക്കോസ് ഓഫ് വേരിയസ് മെഷേഴ്സ് ഓഫ് ഗവൺമെന്റ് എക്കണോമി പെയ്യനെ റിക്കവർ ചെയ്യാൻ തുടങ്ങും, മേലോട്ടില്ലാൻ തുടങ്ങും. അങ്ങനെ ഈ എക്കണോമി എന്ത് ചെയ്യും, റിക്കവർ ചെയ്യുന്നു, വീണ്ടും ഗ്രോത്ത് പതയിലേക്ക് പോകുന്നു. എന്താ പറഞ്ഞേ, ഒരു കൺട്രി ഒരു എക്കണോമി തുടക്കകാലത്ത് വളർച്ച ഉണ്ടാവുന്നു, വളർച്ച പാരമ്യത്തിലെത്തും, അതിന്റെ ഏറ്റവും സെനിത്തിലെത്തും, ഓർ ക്രസ്റ്റ് അച്ചീവ് ചെയ്യും, ഓർ സെനിത്ത് അച്ചീവ് ചെയ്യും, അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും പാരമ്യത്തിലെത്തും. അതിനുശേഷം ഈ ഗ്രോത്ത് എന്ത് ചെയ്യുന്നു, ഗ്രോത്ത് പയ്യനെ താഴേക്ക് പോകുന്നു. ആൻഡ് പോയി ഈ ഗ്രോത്ത് നെഗറ്റീവ് ആവും. ഒരു പരിധി കഴിഞ്ഞാൽ ഈ നെഗറ്റീവ് ഗ്രോത്ത് അതിന്റെ ഏറ്റവും താഴേക്കുള്ള ഏറ്റവും ലോവസ്റ്റ് വാല്യൂവിൽ എത്തുന്നു. അതിനുശേഷം എന്ത് ചെയ്യും, ബിക്കോസ് ഓഫ് വേരിയസ് മെഷേഴ്സ് ഓഫ് ഗവൺമെന്റ് ഈ പറഞ്ഞ എക്കണോമി പയ്യനെ റിക്കവർ ചെയ്യാൻ തുടങ്ങും. സോ ദിസ് ഈസ് ദ ബിസിനസ് സൈക്കിൾ ഇൻ നാഷണൽ ഇൻകം ഗ്രോത്ത് ഓഫ് എ കൺട്രി.
ഒരു കൺട്രിയുടെ ദേശീയ വരുമാന വളർച്ചയിൽ നമുക്ക് കാണുന്ന ഒരു സംഗതിയാണിത്. ഗ്രോത്ത്, ദെൻ ഒരു മാക്സിമം പോയിന്റ്, ദെൻ ഡിക്ലൈൻ, നെഗറ്റീവ്, ദെൻ ഏറ്റവും ലോവസ്റ്റ് പോയിന്റ്, ദെൻ റിക്കവറി. So based on this cycle, we can see there are different phases in the cycle. First phase, അതായത് the initial growth phase, initial period, അതാണ് ഗ്രോത്ത് ഫേസ് എന്ന് പറഞ്ഞ. ഗ്രോത്ത് ഫേസ്, ആദ്യ ഘട്ടം എന്താണ്? ദ ഗ്രോത്ത് ഫേസ്, ദ ഇനിഷ്യൽ പീരീഡ്, ദാറ്റ് ഈസ് ഗ്രോത്ത് ഫേസ്. അത് കഴിഞ്ഞ് നമ്മൾ കണ്ടു the economy has achieved a rapid economic expansion or ഒരു zenith achieve ചെയ്തു. അതാണ് boom phase. Boom, the period of rapid economic expansion or the maximum growth rate. അതിനുശേഷം there is slow down phase. എന്ത് ചെയ്യുന്നു? ഗ്രോത്ത് താഴേക്ക് പോവുകയാണ്. നോക്കുവാണെങ്കിൽ ഈ ഒരു ടൈം പീരീഡ് നോക്കുവാണെങ്കിൽ യു കൻ സി ഗ്രോത്ത് 10%, 9%, 8%, 6% മീൻ എന്താ? ഗ്രോത്ത് കുറയുകയാണ്. പക്ഷെ കുഴപ്പം എന്താ? കുഴപ്പമില്ല. നോക്കുവാണെങ്കിൽ ഗ്രോത്ത് കുറയാണ്, പക്ഷേ ഗ്രോത്ത് പോസിറ്റീവ് ആണ്. എല്ലാ വർഷവും എന്തുണ്ട്? ഗ്രോത്ത് ഉണ്ടാവുന്നുണ്ട്. പക്ഷെ ഗ്രോത്ത് എന്താ? താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ട്രെൻഡ് എന്താണ്? താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. And after slowdown phase, there comes recession phase. Recession. എന്താ recession എന്ന് പറയുമ്പോൾ? The period of negative growth. So നമുക്ക് XY ആക്സ് അറിയാലോ. ഇവിടെ പ്ലസും ഇവിടെ നെഗറ്റീവ് ആണ്. അതുപോലെ ഇവിടെ പ്ലസ് ഇവിടെ നെഗറ്റീവ് ആണ്. സോ XY കോർഡിനേറ്റ്സ് എല്ലാം അറിയുന്നതല്ലേ? ക്വാഡ്രൻസ്. ഇവിടെ എന്താ? രണ്ടും പോസിറ്റീവ് ആണ് അല്ലേ? ഈ ഒരു ഫേസ് പറയുമ്പോൾ രണ്ടും പോസിറ്റീവ് ആണ്. സോ ഇവിടെ നോക്കുവാണെങ്കിൽ താഴേക്ക് പോയി കഴിഞ്ഞാൽ നെഗറ്റീവ് ആണ്. സോ ഇവിടെ നോക്കൂ, ദ പീരീഡ് ഓഫ് നെഗറ്റീവ് ഗ്രോത്ത് ആണ്. വിച്ച് മീൻസ് -1, -2, -3 എന്ന് പറഞ്ഞ ഗ്രോത്ത് എന്ത് ചെയ്യുവാണ്? നെഗറ്റീവിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് അത് കഴിഞ്ഞ് റിസഷൻ ഫേസ് കഴിഞ്ഞാൽ there comes the lowest point, which is called as the depression. നമ്മൾ പറയുന്ന സാമ്പത്തിക മാന്ദ്യം. സോ റിസഷനും ഡിപ്രഷനും രണ്ടിനും പൊതുവെ ഉപയോഗിക്കുന്ന ടേമാണ് സാമ്പത്തിക മാന്ദ്യം എന്ന് പറയുന്നത്. ഓക്കെ. ആൻഡ് ആഫ്റ്റർ ഡിപ്രഷൻ there goes a increase. ഇതെന്ത് ചെയ്യും? ഈ നെഗറ്റീവ് ഗ്രോത്ത് പെയ്യനെ പോസിറ്റീവ് ഫേസിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സോ -3, -2, -1, then +1, +2 എന്ന് പറഞ്ഞ് പെയ്യനെ പോകാൻ തുടങ്ങും. ആൻഡ് അതിന് പറയുന്നതാണ് the period of റിക്കവറി ഫേസ്. എന്തൊക്കെയാണ് അപ്പോ? ഗ്രോത്ത് ഫേസ്, then boom, then slow down, then recession, then depression, then recovery. So these are the phases of business cycle in national income accounting. National income accounting ഉള്ള ഫേസ് ആണ് ഗ്രോത്ത് ഫേസ്, ബൂം ഫേസ്, സ്ലോ ഡൗൺ, ഡിപ്രഷൻ ആൻഡ് റിക്കവറി. ആൻഡ് അറിഞ്ഞിരിക്കുക, സ്ലോ ഡൗൺ റിക്കവറി ഡിഫറൻസ് എന്താ? സ്ലോ ഡൗൺ റിസഷൻ ഡിഫറൻസ് എന്താ? സ്ലോ ഡൗൺ എന്ന് പറയുമ്പോൾ ഗ്രോത്ത് ഉണ്ട്, പക്ഷെ എന്താ? ഗ്രോത്ത് കുറയുന്നു. ഫോർ എക്സാമ്പിൾ ABCD. Suppose we are considering 4 financial year. A financial year 100 ആണെന്ത് GDP യുടെ വാല്യൂ, ബിയില് 110, സിയില് സപ്പോസ് 115, അടുത്തത് 118. നോക്കുവാണെങ്കിൽ ഇവിടെ 10% വളർച്ച ഉണ്ടായി. സിയില് അപ്രോക്സിമേറ്റ്ലി 4% വളർച്ച ഉണ്ടായി. ആൻഡ് ഡിയില് അപ്രോക്സിമേറ്റ്ലി 2% വളർച്ച ഉണ്ടായി. നോക്കുമ്പോൾ എന്താ? ഗ്രോത്ത് പോസിറ്റീവ് ആണ്. 10%, 4%, 2%. GDP എന്താ? കൂടുന്നുണ്ട്. 100, 110, 115, 118. GDP എന്താ? വർദ്ധിക്കുന്നുണ്ട്. GDPയുടെ വാല്യൂ വർദ്ധിക്കുന്നുണ്ട്. പക്ഷെ കുഴപ്പം എന്താ? ആ വാല്യൂ വർധനവിന്റെ തോത് എന്താണ് പറഞ്ഞു. സോ 10, 4, 2, 1 എന്ന് പറഞ്ഞ് അതിന്റെ റേറ്റ് എന്ത് ചെയ്തു?
കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതാണെന്ത് സ്ലോ ഡൗൺ എന്ന് പറഞ്ഞാൽ. റിസഷൻ എന്ന് പറഞ്ഞാൽ എന്താ? റിസഷൻ എന്ന് പറഞ്ഞാൽ ദ പീരീഡ് ഓഫ് നെഗറ്റീവ് ഗ്രോത്ത് ആണ്. അതായത് GDP വാല്യൂ 100 ആണെങ്കിൽ അത് എന്ത് ചെയ്യുന്നു? 100 ആണെങ്കിൽ അത് 95 ആയി, അടുത്ത തവണ 90 ആയി, അടുത്ത തവണ 80 ആയി, പിന്നെ അടുത്ത് 70 ആയി, പിന്നെ 50 ആയി. നോക്കുമ്പോ എന്താ? ഗ്രോത്ത് കുറയുന്നു, നെഗറ്റീവ് ആവുന്നു, അല്ലെങ്കിൽ GDP ഷ്രിങ്ക് എന്ന് പറയും. സോ during the recession phase we can see there is shrinkage of GDP. GDP എന്ത് ചെയ്യുന്നു? ഷ്രിങ്ക് ചെയ്യുന്നു, ചുരുങ്ങുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. സ്ലോ ഡൗണിൽ എന്ത് ചെയ്യുന്നില്ല? ചുരുങ്ങുന്നില്ല, GDP കൂടുന്നുണ്ട്. പക്ഷെ എന്താ പറയുന്നത്? ഗ്രോത്ത് കുറയുന്നത് മാത്രമേ ഉള്ളൂ. There is growth decline. റിസഷൻ എന്ന് പറയുമ്പോൾ ഗ്രോത്ത് കുറയും, അതിനൊപ്പം തന്നെ എന്താ? നെഗറ്റീവ് ഗ്രോത്ത് ആണ്. അതുപോലെ GDP ഷ്രിങ്ക് ചെയ്യുന്നു. ഓക്കെ, and these are the phases of the cycle. ഇനി അതുപോലെ പറയേണ്ട മറ്റൊരു ടേം ആണ് ടെക്നിക്കൽ റിസഷൻ. ലാസ്റ്റ് ടോപ്പിക് തീർന്നു, 2 മിനിറ്റ്. We will end the session. Next is the term technical recession. So 2020 ആണ് ഈ ടേം നമ്മളെ കൂടുതൽ വായിച്ചത്. ആൻഡ് ഈ ടേം കൊണ്ടുവരുന്നത് RBI ആണ്. RBI ആണ് ഈ ഒരു ടേം കൊണ്ടുവരുന്നത്. ദ പീരീഡ് ഓഫ് ടെക്നിക്കൽ റിസഷൻ, അതായത് ഒരു എക്കണോമിയുടെ 2 കോൺസിക്യൂട്ടീവ് ക്വാർട്ടറിൽ, ഒരു എക്കണോമിയുടെ 2 കോൺസിക്യൂട്ടീവ് ക്വാർട്ടറിൽ നെഗറ്റീവ് ഗ്രോത്ത് ഉണ്ടാകുകയാണെങ്കിൽ we can say the economy is facing technical recession. So ഒരു എക്കണോമിയുടെ 2 അടുത്തടുത്ത പാദത്തിൽ, ഫോർ എക്സാമ്പിൾ Q1, Q2, Q3, Q4. Q1 ഗ്രോത്ത് 10% പോസിറ്റീവ്, Q2 നെഗറ്റീവ് 10%, Q3 നെഗറ്റീവ് 10%, Q4 പ്ലസ് 10%. സോ വി ക്യാൻ സേ Q1 നെഗറ്റീവ് 10, Q2 നെഗറ്റീവ് 10, Q3 നെഗറ്റീവ് 10. സോ എന്താ? അടുത്തടുത്ത ക്വാർട്ടറിൽ എന്ത് വന്നു? നെഗറ്റീവ് ഗ്രോത്ത് വന്നു. അതുപോലെ Q1, Q2, Q3, Q4 അടുത്ത വർഷത്തെയും Q1, Q2, Q3, Q4. സപ്പോസ് Q4 നെഗറ്റീവ് 10 വന്നു, Q1 നെഗറ്റീവ് 5 വന്നു. അപ്പോഴെന്താ? അടുത്തടുത്ത ക്വാർട്ടറിൽ, സെയിം ഫിനാൻഷ്യൽ ഇയർ ആണെങ്കിലും അടുത്ത ഫിനാൻഷ്യൽ ഇയർ ആണെങ്കിലും അടുത്തടുത്ത ക്വാർട്ടറിൽ Q1, Q2, Q2, Q3, Q3, Q4, Q4, Q1. സോ അടുത്തടുത്ത ക്വാർട്ടറിൽ നെഗറ്റീവ് ഗ്രോത്ത് വരികയാണെങ്കിൽ, അതിന് പറയുന്നതാണ് എന്ത്? ടെക്നിക്കൽ റിസഷൻ. ഓക്കെ, സോ ആ ടേം RBI കൊണ്ടുവന്ന ടേം ആണ്. സോ യു ഹാവ് ടു നോ ദ പീരീഡ് ഓഫ് ടെക്നിക്കൽ റിസഷൻ. ആൻഡ് ഈ പറഞ്ഞ റിസഷന് ശേഷം if you want to recover the economy, which is facing recession, ഒരു എക്കണോമി സാമ്പത്തികമായി നേരിടുകയാണെങ്കിൽ, ആ എക്കണോമിയെ റിക്കവർ ചെയ്യണമെങ്കിൽ, റിവൈവ് ചെയ്യണമെങ്കിൽ, we need to adopt recovery measures. നമ്മുടെ ഗവൺമെന്റ് എന്ത് ചെയ്യണം? ഗവൺമെന്റ് എക്കണോമിയിൽ ഇന്റർവ്യൂ ചെയ്യണം. ഗവൺമെന്റ് ക്യാൻ അനൗൺസ് റിലീഫ് പാക്കേജസ്. ഓർമ്മയുണ്ടോ? ആത്മനിർഭർ ഭാരത് പാക്കേജ്. സോ കോവിഡ് സമയത്ത് നമ്മുടെ എക്കണോമിയിൽ നെഗറ്റീവ് വളർച്ച നിരക്കുണ്ടായി. അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് എന്ത് കൊണ്ടുവന്നു? കൗണ്ടറിംഗ് ആയിട്ടുള്ള മെഷേഴ്സ് കൊണ്ടുവന്നു. ആ ഗ്രോത്തിനെ കൗണ്ടർ ചെയ്യാനുള്ള മെഷേഴ്സ് കൊണ്ടുവന്നു. അതായിരുന്നു എന്ത്? ആത്മനിർഭർ ഭാരത് പാക്കേജ് എന്ന് പറഞ്ഞാൽ. സോ അറിഞ്ഞിരിക്കുക, നമ്മുടെ എക്കണോമിയിൽ ഏതൊരു മേഖല തകർന്നു കഴിഞ്ഞാൽ ദാറ്റ് ക്യാൻ കോസ് ഇമ്പാക്ട് ഓൺ അതർ സെക്ടേഴ്സ്. മറ്റു മേഖലയിൽ എന്ത് ചെയ്യാം? ഇമ്പാക്ട് ഉണ്ടാക്കാം. സോ ഡോമിനോ എഫക്ട് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഡോമിനോ ഒന്ന് വീണ് കഴിഞ്ഞാൽ അടുത്തടുത്ത് വീഴും. സോ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് we will discuss the concept of virtuous cycle and vicious cycle, which is a previous year question ആണ്. vicious cycle and virtuous cycle. അടുത്ത ക്ലാസ്സിൽ നമുക്ക് vicious cycle, then pro-cyclical growth, then the ഈ പറഞ്ഞ നമ്മുടെ GNP നാഷണൽ ഇൻകം ഇക്വേഷൻ ഒക്കെ നമുക്ക് പഠിക്കാം. സോ വി ക്യാൻ എൻഡ് ടുഡേസ് സെഷൻ. സോ എനിക്ക് ഓഫീസ് ഉണ്ടോ? ഇന്ന് ഓഫീസ് ഉണ്ടല്ലോ, ഞായറാഴ്ച അല്ലേ? I think
പലർക്കും ഓഫീസുണ്ട്.